ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ ഉംദത്തുൽ അഹ്കാമിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു വന്നത് കിതാബ് ത്വഹാറയിലെ അധ്യായങ്ങളാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ വിവരിക്കുന്ന അധ്യായങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയത്. നമ്മൾ പറഞ്ഞു കിതാബ് ത്വഹാറയിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്. നമ്മളതിൽ ആദ്യമായി വുളൂവിന്റെ അധ്യായങ്ങൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ നജസുകൾ വൃത്തിയാക്കേണ്ട ഇസ്തിജ്മാറിന്റെയും ഇസ്തിൻജായിന്റെയും പോലെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായങ്ങൾ മനസ്സിലാക്കി. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിവാക്കിന്റെ അധ്യായം മനസ്സിലാക്കി. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കുള്ളത് ബാബുൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫകളിൽ അഥവാ ഷൂസ് പോലത്തെ കാര്യങ്ങളിൽ ശുദ്ധി വരുത്തുന്ന സമയത്ത് തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ അധ്യായത്തിൽ ഷേഖ് 2 ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ അധ്യായം, ഈ വിഷയം അത് ധാരാളക്കണക്കിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖുഫയിൽ തടവുക എന്നുള്ളത് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹദ്ദസനി 70 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മസഹ അലൽ ഖുഫൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ 70ഓളം ആളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അന്നഹു മസഹ അലൽ ഖുഫൈൻ, അവർ ഖുഫയിൽ തടവിയിട്ടുണ്ട് എന്നുള്ളത്. ഖുഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഷൂസ്. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഷൂസ് ആയിരിക്കുകയില്ല, അന്ന് ഉപയോഗിച്ചിരുന്ന ഖുഫകളാണ്. ഇന്നും അതുപോലത്തെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ അതേ പദവിയിലാണ്, അതിന്റെ അതേ ഹുക്കുമാണ് ജൗറബിനും വരുന്നത്, അഥവാ സോക്സിലും വരുന്നത്. ധാരാളം സഹാബത്ത് അതുപോലെയുള്ള സോക്സിൽ തടവിയതായിട്ട് തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഖുഫയിൽ വന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഇളവുകളും അത് സോക്സിൽ തടവാനും നമുക്ക് അനുവദനീയമാണ്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖുഫയിലായിരിക്കുകയില്ല, സോക്സിലായിരിക്കും തടവുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം, ഇതിന്റെ നിബന്ധനകളും ഇതിന്റെ മര്യാദകളുമെല്ലാം അത് നമ്മൾ സോക്സിൽ തടവുമ്പോഴും അതുപോലെ പാലിക്കുക. എന്തിനാണിത് ഇത്രയും സഹാബത്ത് ഇത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം ബിദ്അത്തിന്റെ കക്ഷികളായ റാഫിളകൾ ഈ തടവുന്നത് നിഷേധിക്കുന്ന ആളുകളാണ്. ഷിയാക്കളിലെ ഉഗ്രകക്ഷികളായ തീവ്രവാദികളായ റാഫിളകൾ, അവർ ഈ തടവുന്ന കാര്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. ഇത്രയും ഹദീസുകൾ സഹീഹായിട്ടുണ്ടായിട്ട് പോലും അവർ ഇത് സ്വീകരിക്കുന്ന ആളുകളല്ല. അവർ പറയുന്നത് ഇത് ഖുർആനിൽ ഇതിന് തെളിവില്ല എന്നാണ്. ഖുർആനിൽ ഇതിന് തെളിവില്ല എന്നതാണ് അവരുടെ വാദം. ഇത് ബിദ്അത്തിന്റെ കക്ഷികളുടെ പ്രധാനപ്പെട്ട ഒരു വാദത്തിൽപ്പെട്ടതാണ്. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്കത് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ അവർ പറയും ഖുർആനിലില്ല, ഹദീസൊന്നും നമുക്കറിയേണ്ടതില്ല, ഖുർആനിലില്ല എന്നത് പറയും. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു വിഷയത്തിൽ ഒരു കാര്യം തെളിവായി സ്വീകരിക്കാൻ അത് ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ അവർ ഒരുപോലെ പരിഗണിക്കുന്നതാണ്. ഒരു കാര്യം ഹദീസിലായി പോയി എന്നത് കാരണത്താൽ ആ വിഷയത്തിലെ അമൽ അവർ ഉപേക്ഷിക്കുകയില്ല. സഹീഹായ ഹദീസാണെന്ന് ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ്. ഇത് സഹീഹായ ഹദീസ് എന്ന് മാത്രമല്ല, ആ ഹദീസുകളുടെ ഇനങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. അഥവാ ധാരാളക്കണക്കിന് സഹാബത്തും അവരിൽ നിന്ന് ധാരാളക്കണക്കിന് താബിഈങ്ങളും അവരിൽ നിന്ന് ധാരാളക്കണക്കിന് താബിഈങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ്. തവാത്തുറായിട്ടുള്ള ഹദീസുകളിൽപ്പെട്ടതാണ് ഈ ഹദീസ്. എന്നിട്ട് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ അവർ തെളിവുകളെ മനസ്സിലാക്കിയിട്ടല്ല ഇത് നിഷേധിച്ചിരിക്കുന്നത്, മറിച്ച് അവർ അവരുടെ ഹവ, അവരുടെ ദേഹേച്ഛ മാത്രമാണ് പിൻപറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഹദീസ് ഇത് ധാരാളമായി ഉദ്ധരിച്ച ഒരാളിൽപ്പെട്ടത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാൻ. റാഫിളത്ത് അലി റളിയല്ലാഹു അൻഹുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് ഇമാം ആകേണ്ടിയിരുന്നത്, ഖലീഫ ആകേണ്ടിയിരുന്നത് എന്ന് വാദിക്കുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ള സഹാബത്തിനേക്കാളും
അവർ ശ്രേഷ്ഠത കൽപ്പിക്കുന്നവരാണ്. അല്ല, അവരിൽ ചിലർ പ്രവാചകനേക്കാളും ശ്രേഷ്ഠത അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ട് എന്ന് പറയുന്നവരാണ്. തീർന്നില്ല, അവരിൽ ചിലർ അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹിന്റെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. അത്രയും കുഫാറുകളായ ആളുകളാണ് റവാഫിളകൾ, ഷിയ വിഭാഗത്തിലെ ഏറ്റവും മോശപ്പെട്ട കക്ഷികളായ റാഫിളത്ത്, ഇന്ന് ഇറാനിലും മറ്റുമൊക്കെയുള്ള ഈ വിഭാഗം. ഇവർ അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റ് സഹാബത്തിനേക്കാളും ധാരാളം ശ്രേഷ്ഠത കൽപ്പിക്കുന്നവരാണ്. ഇല്ലാത്ത ഒരുപാട് മൗലു ആയ ഹദീസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമക്കുന്നവരാണ്. അല്ലെ, നമ്മൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും ഒരു ഖാസിമി പറഞ്ഞത്, അന്നളുറു ഇലാ അലി റളിയല്ലാഹു അൻഹു ഇബാദ. അറബിയിലൊക്കെ വായിക്കുന്ന കേട്ടാൽ ആളുകൾ വിചാരിക്കും ഇതേതോ സഹീഹായ ഒരു കിതാബിൽ നിന്ന്, ബുഖാരിയിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്നദുകളിൽ നിന്നൊക്കെ വായിക്കുന്നതാണ്. ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള മൗലു ആയ കെട്ടിച്ചമച്ച ഹദീസാണത്. അലി റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നത് ഇബാദത്താണ് എന്നത് മൗലു ആയ കെട്ടിച്ചമച്ചിട്ടുള്ള ഹദീസാണ്. അങ്ങനെ ഒരു ഹദീസും വന്നിട്ടില്ല. ഒരു ഹദീസും അങ്ങനെ ഒരു വസ്തുവിൽ നോക്കിയാൽ അതിന് ഇബാദത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടേയില്ല. അത് സാന്ദർഭികമായി മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞത് ഇത്രയും മുത്തവാത്തിറായ ഹദീസാണ്. മാത്രവുമല്ല അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. എന്നിട്ട് പോലും അവർ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ അവർ അത് തെളിവല്ല പിൻപറ്റുന്നത്, മറിച്ച് അവരുടെ ദേഹേച്ഛയാണ് പിൻപറ്റുന്നത്. മാത്രവുമല്ല വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം ഇവർ വുളു എടുക്കുന്ന സമയത്ത് കാല് തടവുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ബഹ്റൈനിലും അതുപോലെയുള്ള ഷിയാക്കളുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം. അവർ വുളു എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തല തടവിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുത്ത് കാല് തടവുകയേ ചെയ്യുകയുള്ളൂ, കാല് കഴുകുകയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ വുളു എടുത്തതിനാൽ വുളു ശരിയാവുകയില്ല, വുളു ബാത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഖീദ പേച്ചതായതിനാൽ അവരുടെ നിസ്കാരം ബാത്തിലാക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി വെച്ച ആളുകളാണ്. യാ അലി, യാ ഹസൻ, യാ ഹുസൈൻ, യാ ഫാത്തിമ എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായ ആളുകളാണ് ഇവർ. എന്നാലും അവരുടെ അത്ഭുതം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ സോക്സിൽ തടവുന്നത് അംഗീകരിക്കാത്തവരാണ്, എന്നാൽ കാലിൽ തടവുന്നവരാണ്. ഇങ്ങനെയുള്ള വലിയ അബദ്ധങ്ങളാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ ഒരു വിഷയം ഇത് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പോലും പരാമർശിച്ചത് കാണാൻ സാധിക്കും. ഇമാം അത്ത്-തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദത്തു തഹാവിയയിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു അലാമത്തായിട്ട് അവർ സോക്സിൽ തടവുന്നവരാണ്. ഇത് ഫിഖ്ഹിയായ വിഷയമാണ്. പക്ഷെ എന്നിട്ട് കൂടി ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅ സോക്സിൽ ഇതേപോലെ ഖുഫയിൽ തടവുന്നവരാണെന്ന് പറയാൻ കാരണം ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിനെ നിഷേധിച്ചു തുടങ്ങിയത് കൊണ്ടാണ്. കാരണം ഒരു സുന്നത്തായ കാര്യം പോലും അത് ഒന്നടങ്കം നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. അത് പാടില്ല. ഒരു സുന്നത്ത് ഒരാൾ അമൽ ചെയ്തില്ല എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയില്ല. ഒരാൾ ഖുഫയിൽ തടവാതെ ഖുഫ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ സോക്സിൽ തടവാതെ സോക്സ് അയച്ചുകൊണ്ട് കഴുകി എന്ന കാരണത്താൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. കാരണം ഖുഫയിൽ തടവൽ വാജിബായ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമേ ദീനിലില്ല എന്ന് പറഞ്ഞാൽ, സുന്നത്തായ ഒരു കാര്യം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുകയും അതിനെ അവഹേളിക്കുകയും ചെയ്താൽ അത് അഖീദ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഉലമാക്കൾ അഖീദത്തു തഹാവിയയിലൊക്കെ ഈ ഒരു വിഷയം പ്രത്യേകം എടുത്തു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ദീനുൽ ഇസ്ലാമിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശഈറത്തുകളിൽ അടയാളങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നാം പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ തള്ളിയിട്ടുള്ളത് ഇത് ഖുർആനിലില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഖുർആനിൽ ഒരു ഖിറാഅത്ത് കൊണ്ട് ഇത് ഖുർആനിലുണ്ട് എന്ന് പോലും നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. നാം നേരത്തെ സൂറത്തുൽ മാഇദയിൽ വുളുവിന്റെ അധ്യായത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്. വളരെ ആയത്തുൽ വുളു എന്നറിയപ്പെടുന്ന ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാഹ്, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിക്, മുട്ടുൾപ്പെടെ രണ്ട് കൈകളും കഴുകുക, വംസഹു ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവുക. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുസ്ഹഫിലൊക്കെ ഉള്ള ഖിറാഅത്ത് എന്ന് പറയുന്നത് വഅർജുലക്കും എന്നാണ്. വഅർജുലക്കും എന്ന് പറഞ്ഞാൽ അത് കഴുകുകയാണ് വേണ്ടത് എന്നാണ് ഭാഷാപരമായി മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ഖിറാഅത്തുകളിൽ മറ്റൊരു ഖിറാഅത്തുണ്ട്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖിറാഅത്തുകളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഖിറാഅത്തിൽ വഅർജുലിക്കും അഥവാ കാല് തടവുക എന്ന് കിട്ടും. അപ്പോൾ എന്താണത്, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സുന്നത്തുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഖിറാഅത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഒരാൾ ഖുഫ ധരിക്കുന്ന സമയത്ത് അയാൾ ഈ ഖിറാഅത്ത് പ്രകാരം അയാൾക്ക് തടവാനുള്ള അനുമതിയാണ് അതിലുള്ളത്. അതല്ല ഖുഫ ധരിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ഒന്നാമത്തെ ഖിറാഅത്ത്, മഷ്ഹൂറായ ഖിറാഅത്ത് പ്രകാരം, പ്രസിദ്ധമായ ഖിറാഅത്ത് പ്രകാരം അതിൽ
കഴുകുക എന്നതാണുള്ളത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ടുപോലും ഇത് സ്ഥിരപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയമായി മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഖുഫയിൽ തടവലാണോ അഫ്ളൽ, അതല്ല കാല് കഴുകലാണോ അഫ്ളൽ, ഏതാണ് അഫ്ളൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ തമ്മിൽ ഒരു പരസ്പരം ഒരു അഫ്ളലിയത്ത്, ശ്രേഷ്ഠത നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കുല്ലും ബിഹസബി, ഓരോരുത്തരും അവരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ്. ഒരാൾ സോക്സ് ധരിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവനോട് നമ്മൾ പറയും നീ സോക്സിൽ തടവലാണ് അഫ്ളൽ. ഒരാൾ സോക്സ് ധരിച്ചിട്ടില്ലെങ്കിൽ അവനോട് പറയും നീ കാല് കഴുകലാണ് അഫ്ളൽ, നീ ഇനി സോക്സ് ഇട്ട് വീണ്ടും തടവാൻ നിൽക്കേണ്ടതില്ല. അതാണ് അതിന്റെ ആ വിഷയത്തിലുള്ള മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത് അഫ്ളൽ എന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരാൾ തടവുന്നതിനു വേണ്ടി മാത്രം സോക്സ് ധരിക്കാനും പാടില്ല. കഴുകുന്നതിന് പകരം കഴുകാൻ മടിച്ചിട്ട് അതിനുവേണ്ടി മാത്രം അങ്ങനെ സോക്സ് ധരിക്കേണ്ടതില്ല. മറിച്ച് സാധാരണ ഒരു ആദത്തിൽ ഒരാൾ ധരിച്ചു, യാത്രയിൽ ധരിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ കഴുകാതിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു തന്ത്രമായി ആരും അങ്ങനെ സോക്സ് ധരിക്കേണ്ടതില്ല. അതല്ലാതെ സ്വാഭാവികമായി ധരിക്കുന്ന ഒരു വ്യക്തി, യാത്രയിൽ ധരിക്കുന്ന വ്യക്തി, അതല്ല എങ്കിൽ സ്വാഭാവികമായി അയാൾ ധരിക്കാറുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് സംബന്ധിച്ചിടത്തോളം അയാൾക്കിത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം. ശരി, ഇതിൽ രണ്ട് ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് عن المغيرة بن شعبة رضي الله عنه قال كنت مع النبي صلى الله عليه وسلم في سفر فأهويت لأنزع خفيه فقال دعهما فإني أدخلتهما طاهرتين فمسح عليهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ്. സാന്ദർഭികമായി പറയട്ടെ, ഹദീസ് വായിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫായിദയിൽപ്പെട്ടതാണ് കസ്റത്തു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഫായിദ ഹദീസ് ക്ലാസിന്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അത് ഏതൊരു കിതാബിലായാലും ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ ഒച്ചത്തിൽ എല്ലാവരും കൂടി ജമാഅത്തായി അങ്ങനെ ചൊല്ലണമെന്നല്ല, നമ്മൾ മനസ്സിലല്ല ചുണ്ടനക്കിക്കൊണ്ട് ചെറിയ രൂപത്തിൽ ചൊല്ലിയാൽ മതി. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹ അശറ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലും. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ സാമീപ്യസ്ഥരായ മലക്കുകളുടെ ഇടയിൽ അള്ളാഹു പുകഴ്ത്തി പറയുക എന്നതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകിയത്. അതുകൊണ്ട് സ്വലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാം. അത് ഏതൊരു ക്ലാസ്സിലും സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നവരാകണം. അത് കേട്ടിട്ട് തീരെ ചുണ്ടനങ്ങാതെ നിൽക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞാൻ ഒരിക്കൽ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതേതാണ് യാത്ര എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഗസ്വത്തു തബൂക്കാണ്, തബൂക്ക് യുദ്ധത്തിലേക്കുള്ള യാത്രയാണ്. തബൂക്ക് യുദ്ധം നടന്നത് ഹിജ്റ 9-ാം വർഷത്തിലാണ്. അപ്പൊ ആ ഒരു യാത്രയിലാണ് ഉണ്ടായിരുന്നത്. തബൂക്ക് എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഇന്നും ആളുകൾക്ക് അറിയാവുന്നതാണ്, സൗദി അറേബ്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ പെട്ടതാണ് തബൂക്കും അബഹിയും ഒക്കെ. ആളുകൾ പലപ്പോഴും തണുപ്പ് കൊള്ളുന്നതിന് വേണ്ടിയൊക്കെ അവിടെ പോകാറുണ്ട്. അപ്പൊ ആ തബൂക്ക് യാത്രയിലാണ് ഇതുള്ളത്. അതുകൊണ്ട് അവിടെ സോക്സ് ധരിച്ചിട്ട് ഖുഫ ധരിച്ചിട്ട് തന്നെയാണ് നബിയും സഹാബത്തും എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത് ഫീ സഫർ. അപ്പോൾ യാത്രയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. ഫഅഹ്വൈതു ലിഅൻസിഅ ഖുഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ റിവായത്തിൽ വന്നു കാണാൻ സാധിക്കും. അവിടുന്ന് ആദ്യം കൈകൾ കഴുകി, മുഖം കഴുകി, ഇദ്ദേഹമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമുട്ടുൾപ്പെടെ കഴുകി, തല തടവി. പിന്നീട് അടുത്തത് കാലാണ് കഴുകേണ്ടത്. ഖുഫ ധരിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഫഅഹ്വൈതു ലിഅൻസിഅ ഖുഫൈഹി, അദ്ദേഹത്തിന്റെ 2 ഖുഫകളും അത് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി ഞാൻ അല്പം കുനിഞ്ഞു, അത് അഴിക്കുന്നതിന് വേണ്ടി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ, അവരെ കൊണ്ട് നീ വിട്ടേക്കുക. ഫഇന്നി അദ്ഖൽതുഹുമാ താഹിറതൈനി, തീർച്ചയായും അവ രണ്ടും ഞാൻ ശുദ്ധിയോടുകൂടിയാണ് അത് രണ്ടും ധരിച്ചിട്ടുള്ളത്. ഫമസഹ അലൈഹിമാ, എന്നിട്ട് അത് രണ്ടിന്റെയും മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. ഈ ഹദീസിൽ ധാരാളം മസ്അലകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ മസ്ഹു അലൽ ഖുഫൈനി എന്നുള്ളത് ശർആക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിന് ചില നിബന്ധനകളുണ്ട്. എങ്ങനെയെങ്കിലും രൂപത്തിൽ സോക്സ് ധരിച്ച ഒരാൾക്ക് അതിൽ തടവാൻ പറ്റുകയില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. അതിലൊരു നിബന്ധന ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണത്? ഫഇന്നി അദ്ഖൽതുഹുമാ താഹിറത്തൈൻ, തീർച്ചയായും അവ രണ്ടും ഞാൻ ധരിച്ചിട്ടുള്ളത് താഹിറത്തൈനി, ശുദ്ധമായ അവസ്ഥയിലാണ്, തഹാറത്ത് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പൊ ശുദ്ധി ഉണ്ടായിരിക്കണം. തഹാറത്ത് വരുത്തിയ ഒരാൾ അത് മുകളിൽ സോക്സ് ധരിച്ചാലാണ് പിന്നീട് അയാൾക്ക് വുളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചു വീണ്ടും വുളു എടുക്കുന്ന സമയത്ത് അയാൾക്ക് അതിന് മുകളിൽ തടവാൻ അനുവാദമുള്ളൂ. ഒരാൾ രാവിലെ വുളുവൊന്നും എടുത്തില്ല,
ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രക്ക് പുറപ്പെടുന്ന ഒരു വ്യക്തി വുളുവൊന്നും എടുത്തില്ല, സോക്സ് ഇട്ട് ധരിച്ചാൽ പോകുന്ന വഴിയിൽ ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ മസ്ജിദിലേക്ക് കയറാൽ വുളു കൊടുക്കുന്ന സമയത്ത് അതിൽ തടവൽ അനുവദനീയമല്ല. അങ്ങനെ തടവിയാൽ നിസ്കാരം ശരിയാവുകയില്ല. അങ്ങനെ ആരെങ്കിലും നിസ്കരിച്ചിട്ടെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും. കാരണം അയാളുടെ തഹാറത്ത് പൂർത്തിയായിട്ടില്ല. കാല് കഴുകുന്നതിന് പകരമാണ് തടവൽ. അപ്പോൾ അയാൾ കാല് കഴുകാതെ നിസ്കരിച്ച ഒരുവന്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അയാൾക്ക് വുളു വേണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്ങനെയാണ് വുളു വേണമെന്ന് കൂടി കിട്ടിയത്? വുളു വേണമെന്ന് കിട്ടിയത് ഫഇന്നി അദ്ഖൽതുഹുമാ താഹിറത്തൈൻ, അവ രണ്ടും ശുദ്ധിയോടുകൂടിയാണ്. അപ്പൊ കാല് ശുദ്ധിയാക്കിയിട്ടുണ്ട് എന്നതിൽ നിന്ന് കിട്ടി. കാല് ശുദ്ധിയാക്കൽ വുളുവിൽ മാത്രമേ ഉള്ളൂ, തയമ്മുമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ തയമ്മുമ് വരുത്തി ശുദ്ധിയാക്കിയാൾക്ക് നിസ്കരിക്കാം. ഉദാഹരണത്തിന് രണ്ടവസ്ഥയിൽ തയമ്മും ഇൻഷാ അല്ലാഹ് അതിന്റെ അധ്യായം വരുന്നുണ്ട്. രണ്ടവസ്ഥയിൽ ഒരാൾക്ക് തയമ്മും ചെയ്യാം. ഒന്നുകിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ദൗർലഭ്യം അതില്ല. ഈ സമയത്ത് ഒരാൾ തയമ്മും ചെയ്തു, തയമ്മും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരാൾ സോക്സ് ധരിച്ചു. പിന്നീട് അയാൾ യാത്ര പോകുന്ന സമയത്ത് അവിടെ വെള്ളം കിട്ടി. ആ സമയത്ത് അയാൾ തലവരെ തടവിയതിനു ശേഷം പിന്നെ കാലിൽ തടവാൻ പാടില്ല. കാരണം അയാൾ തയമ്മും ചെയ്യുന്ന സമയത്ത് അയാൾ കാല് കഴുകിയിട്ടില്ല. തയമ്മുമിൽ മുഖവും കൈയും മാത്രം തടവലേ ഉള്ളൂ. അപ്പോൾ വുളു എടുത്ത ഒരാൾക്ക്, വെള്ളം കൊണ്ട് വുളു എടുത്ത ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഇളവാണ് പിന്നീട് സോക്സ് ധരിച്ചാൽ അതിന് മുകളിൽ തടവുക എന്നുള്ളത്. അതുകൊണ്ട് തഹാറത്തുൻ മാഇയ്യ, വെള്ളം കൊണ്ടുള്ള ശുദ്ധി ഷർത്താണ്. തയമ്മുമുള്ള ആളുകൾക്ക് പിന്നീട് അതിൽ തടവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ശുദ്ധിയോടുകൂടിയാണ് ഇത് ധരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സലസുൽ പോലെയുള്ള മൂത്രവാർച്ച പോലെയുള്ള ആളുകൾക്ക് പൊതുവിൽ അവർക്ക് എല്ലാ നേരത്തും ശുദ്ധിയിൽ ഉണ്ടാകാൻ സാധിക്കുകയില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ ഇളവുണ്ട്. ഉദാഹരണം, ഒരാൾ ഒരു വക്തിന് വുളു എടുത്തു, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വുളു എടുത്തു. അയാൾ സോക്സ് ധരിക്കുന്നതിന് മുമ്പ് അയാളിൽ നിന്നും മൂത്രം ഉറ്റിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അയാളുടെ വുളു മുറിയുകയില്ല. സലസിൽ പോലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വക്തിനും വുളു എടുക്കണം എന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ രോഗം കാരണമായി മൂത്രമുറ്റുന്ന ആളുകൾക്ക് ദീനിൽ ഇളവുണ്ട്, അവരുടെ വുളു മുറിയുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മൂത്രമുറ്റി ആളുകൾ അതിനുശേഷം ഈ സോക്സ് ധരിച്ചാലും അവൻ പൂർണ്ണ ശുദ്ധിയോടുകൂടി സോക്സ് ധരിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക. അടുത്ത നിസ്കാരത്തിന് തടവുമ്പോൾ അവനും തടവാവുന്നതാണ്. അതല്ലാതെ എനിക്ക് സലസിൽ പോലുണ്ടായിരുന്നല്ലോ, ഞാൻ തടവുന്ന സമയത്ത് എനിക്ക് മൂത്രം മുറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുകയില്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹദസുൽ സംഭവിക്കുന്ന ഈ വ്യക്തികൾക്ക് വുളു എടുക്കുകയില്ല. അവരുടെ ഒരു ഖാഇദയാണ് അന്നൽ ഹദസ ഫിൽ ഹദസി ദായിം ലാ യൻഖുദുൽ വുളു. ഹദസു ദായിമുള്ള ആളുകൾക്ക്, അഥവാ പതിവായി മൂത്രവാർച്ച പോലെയുള്ള അമിതമായ രക്തസ്രാവമുള്ള സ്ത്രീകളെ പോലെയുള്ള ആളുകൾക്ക് അവരുടെ വുളു അതുകൊണ്ട് മുറിയുകയില്ല. വുളു മുറിയുന്ന മറ്റെന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ മാത്രമേ അവർക്ക് മുറിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. തഹാറത്തുൻ കാമില ഷർത്താണോ എന്നുള്ളത്. എന്താണ് തഹാറത്തുൻ കാമില എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായ ശുദ്ധി. ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു 2 കാലും കഴുകിയതിന് ശേഷം മാത്രമേ സോക്സ് ഇടാൻ പറ്റുകയുള്ളൂ. എന്നാലാണ് തഹാറത്തുൻ കാമില, പൂർണ്ണമായ ശുദ്ധി അയാൾക്ക് ലഭിക്കുകയുള്ളൂ. വേറെ ചിലർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതാണ്. അത് ഒരാൾ വലത്തെ കാല് കഴുകി അതിനുശേഷം സോക്സ് ഇട്ടാൽ ആ കാലിന് പ്രശ്നം, അതിന്റെ തഹാറത്തോടുകൂടി അത് ധരിച്ചു കഴിഞ്ഞു. ഇടത്തെ കാല് കഴുകി എന്നിട്ട് അതിന്റെ സോക്സ് ഇട്ടാൽ അങ്ങനെ മതിയായതാണ്, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മതക്ക് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹാജത്തില്ല എങ്കിൽ 2 കാലും കൂടി കഴുകി വുളു എടുത്തതിന് ശേഷം നമ്മൾ സോക്സ് ധരിക്കുന്നതായിരിക്കും ഈ ഖിലാഫിൽ നിന്നും പുറത്തു പോകാൻ നമുക്ക് നല്ലത്. അപ്പൊ ഇതിലൊരു ഷർത്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ, അഥവാ വുളുവോടുകൂടി ധരിക്കുക എന്നുള്ളത്. എന്നാൽ മറ്റ് 2 പ്രധാനപ്പെട്ട 2 ഷർത്തുകൾ കൂടി, 2 മസ്അലകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹദസുൻ അസ്ഗറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അഥവാ ജനാബത്തുകാരനായാൽ, വലിയ അശുദ്ധിയുള്ള ഒരു വ്യക്തി അയാൾ സോക്സ് ധരിച്ചിരിക്കെ ജനാബത്തുകാരനായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുളിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഭാഗവും കുളിച്ചിട്ട് അവിടെ തടവുക എന്നുള്ളത് പറ്റില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ സോക്സ് അയച്ചിട്ട് കുളിക്കുക തന്നെ വേണം, അവിടെ നനയുക തന്നെ വേണം. എന്നാൽ അതല്ലാത്ത വുളു മുറിയുന്ന കാര്യങ്ങൾ മാത്രമേ അയാൾ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലാണ് ആ വുളു എടുക്കുന്ന സമയത്ത് മാത്രമേ തടവാൻ പറ്റുകയുള്ളൂ എന്ന് കാണാം. സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ ഇദാ കുന്നാ അലാ സഫറിൻ അല്ലാ നൻസിഅ ഖിഫാഫനാ. നമ്മൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ സോക്സ് ഖുഫ അത് അഴിക്കേണ്ടതില്ല എന്നുള്ളത്.
എത്ര വരെ? സലാസത അയ്യാമിൻ വലയാലിഹിന്ന, 3 രാവും 3 പകലും യാത്രക്കാർക്കുള്ളതാണ്, അത് പറയാം. ഇല്ലാ മിൻ ജനാബ, എന്നാൽ ജനാബത്തുകാരൊഴികെ അവർ അഴിക്കണം. ഇല്ലാ മിൻ ജനാബ, എന്നാൽ ജനാബത്തുകാരൊഴികെ അവർ അഴിക്കണം. വലാക്കിൻ മിൻ ഗായിത്തിൻ വബൗലിൻ വനൗമിൻ, എന്നാൽ വുളു മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ട മലമൂത്ര വിസർജനം നടത്തുക, ഉറങ്ങുക, ഇതൊക്കെ വുളു മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക്, അഥവാ രാത്രി ഒരാൾ യാത്രക്കാരനാണ്, ഇശാ നിസ്കരിച്ച് വുളുവോടുകൂടി തന്നെ അയാൾ തഹാറത്തോടുള്ള ആളാണ്, അയാൾ അങ്ങനെ ഉറങ്ങി, സോക്സ് അയച്ചിട്ടൊന്നുമില്ല, അയാൾ ഉറങ്ങി. പിന്നെ സുബഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം വുളു എടുക്കുന്ന സമയത്ത് സോക്സിൽ തടവിയാൽ മതിയാകുന്നതാണ്. പ്രത്യേകിച്ചും വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ഉപകാരമായിരിക്കും അത്. യാത്രയിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നല്ല തണുപ്പായിരിക്കും, ആ സമയത്ത് അവർക്ക് അതിന് മുകളിൽ തടവിയാൽ മതി. വുളു മുറിയുന്ന കാര്യമേ അവർ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ അയാൾക്ക് രാത്രി സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടുണ്ട് എങ്കിലോ? രാത്രി സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ വലിയ അശുദ്ധിയുള്ളവൻ, അയാൾ കുളിക്കൽ നിർബന്ധമായി. അയാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പിന്നെ തടവിയാൽ പോരാ, സോക്സ് അയച്ച് കുളിക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന് ശറഇൽ മുദ്ദത്തുണ്ട്, സമയമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ അല്ല. യാത്രക്കാരനും 3 ദിവസം അനുവദനീയമാണ്. എന്നാൽ മുഖീമിന്, യാത്രക്കാരനല്ലാത്ത ആളുകൾക്ക് അവർക്ക് 1 ദിവസമേ അനുവദനീയമുള്ളൂ, 24 മണിക്കൂർ. അതല്ലാത്ത ആളുകൾക്ക് അവർക്ക് 72 മണിക്കൂർ, അത് 3 ദിവസം അവർക്ക് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ ശുറൈഹ് ഇബ്നു ഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തി. അദ്ദേഹം പറയുന്നു, അത്തൈതു ആയിഷ അസ്അലുഹാ അനിൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫൈൽ തടവുന്ന വിഷയം ചോദിക്കാൻ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എത്തി. നോക്കണം, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക ബിബ്നി അബി താലിബ് ഫസ്അൽഹു, നീ അലി ഇബ്നു അബി താലിബിന്റെ അടുക്കലേക്ക് പോകൂ, അദ്ദേഹത്തിനോട് ഇത് ചോദിക്കൂ. കാരണം ഫഇന്നഹു കാന യുസാഫിറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയൊക്കെ ചെയ്യാറുള്ളത്. ധാരാളമായി അലി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തിരിക്കണം. അലി റളിയല്ലാഹു അൻഹുവിനാണ് ഈ വിഷയത്തിൽ ഏറ്റവും അറിവെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹുവിനാണ് ഈ വിഷയത്തിൽ ഏറ്റവും അറിവുണ്ടായ ഒരു വ്യക്തി എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഫസഅൽനാഹു, നമ്മൾ അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അയ്യാമിൻ വലയാലിഹിന്ന ലിൽമുസാഫിരി വയൗമൻ വലൈല ലിൽമുഖീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫൈൽ തടവൽ യാത്രക്കാർക്ക് 3 ദിവസം, 3 രാവും 3 പകലും, അഥവാ 3 ദിവസം, 24 മണിക്കൂർ പൂർണ്ണമായി യാത്രക്കാരനും, എന്നാൽ 1 ദിവസം മുഖീമിനും അനുവദിച്ചിട്ടുണ്ട്. അതൊരു ഓഫീസിലേക്ക് സോക്സ് ഒക്കെ ഇട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ബേസിൽ നിന്ന് അയാൾക്ക് ഒതു കൊടുക്കാം. ബേസിൽ നിന്ന് ഒതു കൊടുക്കുന്ന സമയത്ത് തല തടവി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല, ഷൂസ് നൂരി സോക്സിന് മുകളിൽ തടവിയാൽ മതി, വളരെ എളുപ്പമാണ്. അയാൾക്ക് ഒരു ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു സാധാരണ ഒരു ബേസിൻ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല. മുഖീമിന് ഡെയിലി ഉപയോഗിക്കാം, പക്ഷെ 24 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റില്ല. 24 മണിക്കൂറിന്റെ ഉള്ളിലെങ്കിലും ആ സോക്സ് അയാൾ എന്തായാലും അയച്ച് പിന്നെ ഒരു ഒളു എടുക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ മുഖീമിന്, അതുപോലെ യാത്രക്കാരന് 3 ദിവസം അഥവാ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരുടെ വുളു ഓട്ടോമാറ്റിക്കായി മുറിയുമോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ശരിയായ അഭിപ്രായമായി പല പണ്ഡിതന്മാരും പറഞ്ഞത് അത് മുറിയുകയില്ല, വുളു മുറിയുകയില്ല. അഥവാ ഒരാൾ 1 ദിവസം പൂർണ്ണമായി കഴിഞ്ഞാൽ അയാളിപ്പോ വുളുവിൽ തന്നെയാണ് എങ്കിലും ആ 24 മണിക്കൂർ പൂർത്തിയാകുന്നതോടുകൂടി അയാളുടെ വുളു മുറിയുകയില്ല. വുളു മുറിയുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി സംഭവിച്ചാൽ മാത്രമേ അയാളുടെ വുളു മുറിയുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ ളുഹറിനാണ് ആദ്യമായി തടവിയത് എന്ന് കരുതുക. പിറ്റേ ദിവസം ളുഹർ വരെ അയാൾക്ക് എത്ര വേണമെങ്കിലും തടവാം. പക്ഷെ പിറ്റേ ദിവസം ളുഹറായതിനു ശേഷം അയാൾക്ക് വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും അസർ വരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് അസർ വരെ ആ സോക്സ് ഇട്ടുകൊണ്ട് നിസ്കരിക്കാം. പക്ഷെ അസറിന് വേണ്ടിയിട്ടുള്ള തടവിന് അത് ഉപയോഗിക്കാൻ പാടില്ല. ആ വുളു ഉണ്ടെങ്കിൽ അത് തുടർത്താം എന്ന് മാത്രം. അസറിന് അയാൾ തടവുന്നുണ്ട് എങ്കിൽ അയാളുടെ തടവുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അസറിന് അയാൾ വീണ്ടും ഇത് അയച്ചിട്ട് വുളു എടുക്കുക തന്നെ വേണമെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണത് ഇതിന്റെ സമയം 24 മണിക്കൂർ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോക്സ് ധരിച്ച ഉടനെയാണോ അതല്ല എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറയുന്നു, ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് വതബ്ദഉൽ മുദ്ദതു മിൻ അവ്വലിൽ മസ്ഹി ബഅദ ഹദസിൻ, ഹദസ് സംഭവിച്ചതിന് ശേഷം, വുളു മുറിഞ്ഞതിന് ശേഷം അയാൾ ആദ്യമായി ഒരിക്കൽ തടവിയിട്ടുണ്ടാകും. ആ തടവുന്നത് മുതലാണ് ഇതിന്റെ ആരംഭം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം നാം പറഞ്ഞു, ഒരാൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് വുളുവൊക്കെ എടുത്ത് സോക്സ് ധരിച്ചു. അതോടുകൂടി ടൈം ആരംഭിക്കുന്നില്ല. 8 മണിക്കാണ് അയാൾ പുറത്തേക്ക് പോയാൽ 8 മണിക്ക് ആരംഭിക്കുന്നില്ല. അയാൾ അങ്ങനെ തന്നെ പോയി. പിന്നീട് ളുഹറിന് മാത്രമേ അയാൾ വുളു എടുത്തിട്ടുള്ളൂ. ആ വുളു എടുക്കുന്ന സമയത്ത് ളുഹറിന് 12:30 അയാൾ വുളു എടുത്തു, അയാൾ
തടവിയാൽ ആ 12:30 മുതലാണ് ആരംഭിക്കുന്നത്. പിറ്റേ ഉച്ചക്ക് 12:30 വരെ അയാൾക്ക് ഏതൊക്കെ ഫർളും സുന്നത്തുമായ നിസ്കാരത്തിന് അയാൾക്ക് അതിന് മുകളിൽ തടവിയാൽ മാത്രം മതിയാകുന്നതാണ്. ഇനി അതല്ലാതെ രാത്രി വന്ന് അയച്ചു വെച്ചാൽ അത് കഴിഞ്ഞു. പിന്നീട് അയാൾ അടുത്ത ഒളു എടുത്ത് സോക്സ് ഇട്ടാൽ അപ്പോൾ മുതൽ അത് വീണ്ടും അടുത്ത തടവുന്നത് മുതൽ ആരംഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ സമയം ആരംഭിക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൽ ഉപയോഗിച്ച വാക്കാണ് ഫമസഹ അലൈഹിമ, അവ രണ്ടിന്മേലും തടവി എന്നുള്ളത്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ എങ്ങനെയാണ് സിഫത്തുൽ മസ്ഹ്, എങ്ങനെയാണ് തടവേണ്ടത്, ആദ്യം വലതും പിന്നെ ഇടതുമാണോ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫമസഹ അലൈഹിമ, അവ രണ്ടിൻ മുകളിലും തടവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ രണ്ട് കാലും ഒരുമിച്ച് തന്നെ തടവുക എന്നതാണ് സുന്നത്തായ രീതി. അങ്ങനെ തന്നെയാണ് അതിന്റെ അഫ്ളലിയത്ത്. കഴുകുന്നത് പോലെ, കഴുകുന്ന അവസ്ഥയിലുള്ളതുപോലെ വലതിനെ മുന്തിക്കുക എന്നുള്ളത് ഇവിടെ സുന്നത്തില്ല. കാല് കഴുകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, കാല് കഴുകുന്നത് ഫർളാണെങ്കിലും അതിൽ വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾ ഇടത്തുകാൽ ആദ്യം കഴുകി പിന്നീട് വലത്തുകാൽ കഴുകിയാലും അയാളുടെ വുളു സഹീഹാണ്. എന്നാൽ വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. എന്നാൽ ഇവിടെ ആ സുന്നത്തില്ല എന്നുള്ളതാണ്. ആദ്യം വലത് തടവി പിന്നീട് ഇടത് തടവി എന്നുള്ള സുന്നത്തില്ല. മറിച്ചൊരാൾ അങ്ങനെ ചെയ്താൽ സഹീഹ് തന്നെയാണ്, ശരിയാണ്. അങ്ങനെ ഒരു സുന്നത്ത് പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് മാത്രം. രണ്ടും ഒരുമിച്ച് തടവുക എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്നും കിട്ടുക. കാരണം ഫമസഹ അലൈഹിം, അവ രണ്ടും തടവി എന്നാണ്. എന്നാൽ വുളൂലൊക്കെ ആദ്യം യമീനഹു പിന്നെ അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ തടവുക എന്നതാണ് ഇതിൽ ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് അൻ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബാൽ വതവദ്ദ വമസഹ അലാ ഖുഫൈഹി മുഖ്തസറൻ. ഈ കിതാബ് ഉണ്ടെങ്കിലാണ് നമുക്കിത് വായിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫബാല അഥവാ കാര്യങ്ങളെല്ലാം ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ ഫബാല അങ്ങനെ ഒരിക്കൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മൂത്രമൊഴിച്ചു. വതവദ്ദ പിന്നീട് വുളു എടുത്തു. ആ വുളു എടുക്കുന്ന സമയത്ത് വമസ്ഹ അലാ ഖുഫൈഹി, ഖുഫയുടെ മുകളിൽ തടവി. ഇദ്ദേഹം കിതാബിന്റെ അഥവാ അബ്ദുൽ ഗനി അൽ മഖ്ദസി സാഹിബ് ഉംദത്തുൽ അഹ്കാം അദ്ദേഹം അതിന്റെ ഒപ്പം എഴുതി മുഖ്തസറൻ, അഥവാ ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്, ഹദീസിന്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാന ഫി സഫർ, യാത്രയിലാണ് എന്നാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റ് ഹദീസുകൾ കിട്ടിയിട്ടുണ്ടാവുകയില്ല, അവർ പറഞ്ഞിട്ടുള്ളത് യാത്രയിൽ മാത്രമാണ് മസ്ഹുൽ അൽ ഖുഫൈൻ അനുവദനീയമുള്ളൂ, ഖുഫൈൽ തടവൽ അനുവദനീയമുള്ളൂ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത ഹദീസുകളുടെ തെളിവിൽ പണ്ഡിതന്മാർ യാത്രക്കാരനല്ലാത്ത മുഖീമുകൾക്കും അനുവദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസും യാത്രക്കാരല്ലാത്ത ആളുകൾക്ക് അനുവദിക്കപ്പെടും എന്നുള്ളതിന് തെളിവാണ്. കാരണം ഈ ഹദീസിന്റെ ചില റിവായത്തിൽ കാണാൻ സാധിക്കും, കാന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതമശാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുകയായിരുന്നു. ഫഅതയാ സുബാതത ഖൗമിൻ, ജനങ്ങൾ വേസ്റ്റുകൾ ഇടുന്ന ഉച്ഛിഷ്ടങ്ങൾ അത് ജനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കുഴിയുടെ അടുക്കലേക്ക് എത്തി. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ചത്. എങ്ങനെയാണ് പണ്ഡിതന്മാർക്ക് അത് മനസ്സിലായത് നാടാണെന്നുള്ളത്? കാരണം അങ്ങനെ ആളുകൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം അത് നാട്ടിലേ ഉണ്ടാവുള്ളൂ. യാത്രയിലോ അങ്ങനെയുള്ള വഴിയിലോ മരുഭൂമിയിലോ അത് പൊതുവെ കാണുകയില്ല. ആളുകൾ കൂടി താമസിക്കുന്നിടത്താണ്. അപ്പൊ അതിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് സഫറല്ല, ഹവറാണ്, നാട്ടിലാണ്, യാത്രയിലല്ല എന്ന് മനസ്സിലാക്കി. അഥവാ ഈ സംഭവം നടന്നിട്ടുള്ളത് നാട്ടിലാണ് എന്ന് പണ്ഡിതന്മാർ സൂക്ഷ്മമായി മനസ്സിലാക്കിയത് അതാണ്. അതല്ലാത്ത മറ്റ് ഹദീസുകളും ഇതിലുണ്ട്. അപ്പോൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇതിനോടൊപ്പം മുഖ്തസറൻ, ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുത്തത്? കാരണം അദ്ദേഹത്തിന്റെ വിഷയം ഇവിടെ മസ്ഹു അലൽ ഖുഫൈനി എന്നുള്ള വിഷയം പറയലാണ്. അതുകൊണ്ട് ഈ ഹദീസിന്റെ ബാക്കിയിൽ വുളു എടുക്കുന്ന രൂപങ്ങളും അതുപോലെ തന്നെ അതിനുശേഷമുള്ള മറ്റു പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് മഹല്ലു ഷാഹിദ്, എന്താണ് നമ്മുടെ വിഷയം, ഈ അധ്യായമായ വിഷയം എന്താണ്, അതുമാത്രമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ശുറാഹുകൾ ഒരു വിഷയം വിശദീകരിക്കുന്ന ആളുകൾക്ക് സുന്നത്തിൽപ്പെട്ടത് അവർക്കതിന്റെ ആ വിശദീകരിക്കുന്ന സുന്നത്തിൽപ്പെട്ടതാണ് അതാത് വിഷയത്തിലുള്ള കാര്യം അതുമാത്രം വിശദീകരിക്കുക എന്നുള്ളത്. അഥവാ അതിനാവശ്യമായ കാര്യങ്ങൾ, അതിനല്ലാത്ത മറ്റു വിഷയങ്ങളിനേക്കാളും ഈ അധ്യായവുമായി പഠിക്കുന്ന വിഷയവുമായി ഏത് കാര്യമാണോ ഉള്ളത് അത് കൂടുതൽ വിശദീകരിക്കുക. അതല്ലാത്ത മൗദൂഉകൾ, അതല്ലാത്ത സന്ദർഭങ്ങൾ
ധാരാളമായി വിശദീകരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ ഇദ്ദേഹം ഇങ്ങനെ കൊടുത്തതിൽ നിന്നും തെളിവായി പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ ഈ ഹദീസിൽ വന്ന ഭാഗം വമസഹ അലാ ഖുഫൈഹി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയുടെ റിവായത്തിലില്ല. നമ്മൾ പറഞ്ഞു ഈ കിതാബ് ഇത് മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. പക്ഷെ അതിൽ ചില ഒഴിവുകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ വമസഹ അലാ ഖുഫൈഹി എന്ന ഭാഗം അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതിൽ ഇല്ല. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതിൽ വുളു എടുത്തു എന്ന ഭാഗം വരെയേ ഉള്ളൂ. ഫബാല വതവല്ല അത്ര ഇമാം ബുഖാരിയിലുള്ളൂ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ മാത്രമാണ് ഈ ഫമസഹ അലാ ഖുഫൈഹി എന്ന് പറയുന്ന കാര്യം കൂടിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇതിൽ മസ്അല ഒന്ന് നമ്മൾ പറഞ്ഞു. ഇത് നാട്ടിൽ കൂടി തടവാനുള്ള തെളിവ് ഇതിലുണ്ട്. യാത്രയിൽ മാത്രമല്ല, നാട്ടിൽ കൂടി തടവാനുള്ള തെളിവ് ഇതിലുണ്ട്. വമസഹ അലാ ഖുഫൈഹി, ഖുഫൈൽ തടവി എന്നുള്ളതിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖുഫ എന്ന് പറയപ്പെടുന്ന എല്ലാത്തിലും തടവാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഫുഖഹാക്കൾക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഒരു കാര്യം ഖുഫയാകണമെങ്കിൽ അവർ കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അഥവാ അത് സ്വയം സാബിത്തായിരിക്കണം, അത് വേറെന്തെങ്കിലും വെച്ച് കെട്ടിയതാകാൻ പാടില്ല, ഉറച്ചു നിൽക്കുന്നതാകണം, അത് വലിയൊരു സൈസുള്ളത് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ തടവാൻ പറ്റുകയില്ല, അതിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായാൽ തടവാൻ പറ്റുകയില്ല. ഇങ്ങനെ ധാരാളം നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള പല പണ്ഡിതന്മാരും അവർ പറഞ്ഞിട്ടുള്ളത് സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുഫൈഹി. അപ്പൊ ഖുഫ എന്നൊരു കാര്യത്തെ പറ്റി വിളിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന് സമാനമായ സോക്സ് എന്ന് വിളിക്കപ്പെടുന്നിടത്തോളം അതിൽ തടവാം. എന്നാൽ ഖുഫ എന്നുള്ള പേര് മാറി അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ മുറിഞ്ഞ് അതൊരു ചെരുപ്പ് പോലെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ തടവാൻ പറ്റില്ല. ചെരുപ്പിൽ ഒരിക്കലും തടവാൻ അനുവദനീയമല്ല. ചെരുപ്പിൽ തടവൽ അനുവദനീയമല്ല. മറിച്ച് ഖുഫയായിരിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള സോക്സ് ആയിരിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചു. അടുത്ത അധ്യായം ബാബുൻ ഫിൽ മദി വഗൈരിഹി, മദിയും അതുപോലെയുള്ള കാര്യത്തിന്റെയും അധ്യായം എന്നാണ് അടുത്തത്. കാരണം ഇതെല്ലാം കിതാബ് തഹാറയിൽ വരുന്നതാണ്, ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. അദ്ദേഹം പറഞ്ഞു ബാബുൻ ഫിൽ മദി വഗൈരിഹി, മദിന്റെയും അതുപോലെയുള്ള കാര്യത്തിന്റെയും എന്നാണ്. അദ്ദേഹം എന്തൊക്കെയാണ് അതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു ഈ അധ്യായത്തിൽ അദ്ദേഹം 4ഓളം വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫുഖഹാക്കൾ അത് പ്രത്യേകം ഹെഡിങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം മദി വഗൈരിഹി എന്ന് പറഞ്ഞ അതെല്ലാം ഒരൊറ്റ അധ്യായത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള ഹദീസുകൾ ആ ഓരോ കാര്യങ്ങളും കാണാം. ഒന്നാമതായി അദ്ദേഹം ഉൾപ്പെടുത്തിയത് തഅദീദുൻ നജാസാത്ത്, വ്യത്യസ്ത രൂപത്തിലുള്ള നജസുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകൾ ഇതിലുണ്ട്. രണ്ടാമത്തേത് കൈഫ തത്ഹീറുൻ നജാസാത്ത്, നജസുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള നജസുകൾ, അതിന്റെ ശക്തിയും രൂപവും ഒക്കെ അനുസരിച്ച് അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്. എല്ലാ നജസുകൾക്കും ഒരേപോലത്തെ രീതിയല്ല. ചിലതിൽ വളരെ എളുപ്പവും ലഘുവാക്കപ്പെട്ട രീതിയാണ്, ചിലത് കൃത്യമായ രൂപത്തിൽ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. സാലിസൻ, മൂന്നാമത് നവാഖിദുൽ വുളു, വുളു മുറിയുന്ന കാര്യങ്ങളിൽ ചിലത് ഈ അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തത് സുനനുൽ ഫിത്ര, ഫിത്രത്തിന്റെ സുന്നത്തായ കാര്യങ്ങൾ, അഥവാ ഒരാളുടെ ഫിത്രത്തിലുണ്ടാകുന്ന മീശ മുറിക്കുക, താടി വെക്കുക പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ ഇതിലുണ്ട്. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നത് ബാബുൻ ഫിൽ മദി വഗൈരിഹി, മദിയുൻ വഗൈരിഹി. മദി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനിൽ ഉണ്ടാകുന്ന ദ്രാവകങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം അതിനു മുമ്പ് പറയേണ്ടതുണ്ട്. പുരുഷനിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ദ്രാവകങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഒന്നാമത്തേത് മനിയാണ്. മനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2-3 സിഫത്തുകളുണ്ട്. അതാണ് മനി എന്ന് പറയുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, കാരണം ഓരോന്നിനും ഓരോ ഹുക്കുമാണ്. ഇപ്പൊ ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദ്രാവകങ്ങളിൽ പെട്ടതൊന്ന് മനിയാണ്. അതിന് 2-3 സിഫത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സിഫത്ത് എന്ന് പറയുന്നത് ഹുവൽ മാഉൽ അബിയദുൽ ഗലീദു യകൂനു ഗലീലൻ, അതൊരു കട്ടിയുള്ള രൂപത്തിലുള്ള വെളുത്ത ദ്രാവകമാണ്. അതാണ് മനി. എന്നാൽ അങ്ങനെ മാത്രമായാൽ പോരാ, രണ്ടാമത് അതിനൊരു നിബന്ധനയുണ്ട്. അന്നഹു യഖ്റുജു ഇൻദ ഗലബത്തി ശഹ്വ, ഒരാൾക്ക് ലൈംഗിക ദാഹമുണ്ടാകുന്ന സമയത്ത്, ശഹ്വത്ത് ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ പുറത്തു വരുന്നതിനാണ് മനി എന്ന് പറയുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. മൂന്നാമത് അയ്യക്കൂന ദഫ്കൻ, അത് തെറിച്ചു വരുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിന് മനി എന്ന് പറയുകയുള്ളൂ. അതിനൊരു ഒഴിവുണ്ട്. സ്വപ്നസ്ഖലനം വരുന്ന സമയത്ത് അത് ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് അതിന്റെ ആളുകൾക്ക് അറിയുകയില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് മാത്രം അത് ദഫ്കനാണോ അല്ലേ എന്നുള്ളവൻ പരിഗണിക്കേണ്ടതില്ല. അതല്ലാത്തവൻ യഖ്ലത്തിലാണെങ്കിൽ, ഉണർവുള്ള സമയത്തിലാണ് എങ്കിൽ, അതൊരു മനിയാകണമെങ്കിൽ അത് വെളുത്ത ദ്രാവകമായിരിക്കണം, അത് ശഹ്വത്തോടുകൂടി
ലൈംഗിക ആഗ്രഹത്തോടുകൂടി വരുന്ന സമയത്ത് പുറത്തു വരുന്നതായിരിക്കണം, അതുപോലെ തെറിച്ചു വരുന്നത് ആയിരിക്കണം. അതുപോലെ അതിന്റെ ഹുക്മിൽപ്പെട്ടതാണ് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കുളി നിർബന്ധമാകും എന്നുള്ളത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കുളി നിർബന്ധമാകും. എന്നാൽ മനി എന്ന് പറയുന്നത് താഹിറാണ്, ശുദ്ധിയുള്ളതാണ്. ഒരാളുടെ വസ്ത്രത്തിലോ ഒരാളുടെ വിരിപ്പിലോ ഒരാളുടെ ഏതെങ്കിലും ഭാഗത്തോ ആയാൽ അത് നജസല്ല. മനി എന്ന് പറയുന്നത് ശുദ്ധിയുള്ള കാര്യമാണ്. എന്നാൽ ഇതൊക്കെയാണ് അതിന്റെ വസ്തു. ഈ രൂപത്തിൽ വന്നാൽ മാത്രമാണ് മനി അത് കുളി നിർബന്ധമാകുന്ന മനിയായി പരിഗണിക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ ദ്രാവകം എന്ന് പറയുന്നത് വദിയാണ്. വദി എന്ന് പറയുന്നത് മകാന ഹൈഅത്തുഹു കഹൈഅത്തിൽ മനി ഗലീദുൻ ഫി ശക്ക്. മനി പോലെ തന്നെയാണ് അതിന്റെ ഹൈഅത്ത്, കട്ടിയുള്ളത് തന്നെയാണ്. പക്ഷേ ലാ യഖ്റുജു അൻ ശഹ്വ, ഒരു ലൈംഗിക ആഗ്രഹം ഉണ്ടാകുന്ന സമയത്തോ അങ്ങനെ ഉള്ളതിന്റെ ഫലമായിട്ടോ പുറത്തു വരുന്നതല്ല. വലാ യഖ്റുജു ദഫ്കൻ, തെറിച്ചു വരുന്നതോ ആയിരിക്കുകയില്ല. എപ്പോഴാണ് അത് ഉണ്ടാവുക? ചില ആളുകൾക്ക് മലമൂത്ര വിസർജനത്തിന് ശേഷമൊക്കെ അതിന്റെ പിന്നാലെയായിട്ട് ഉണ്ടാകുന്ന ദ്രാവകമായിരിക്കും. ഇത് കട്ടിയുള്ളത് തന്നെയായിരിക്കും, പക്ഷേ ഒരു ലൈംഗിക ആഗ്രഹം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ തെറിച്ചിട്ടോ വരുന്നതല്ല. അതുകൊണ്ട് ഇതിന്റെ പേര് വദി എന്നാണ്. ഹദീസുകൾ കാണാൻ സാധിക്കും ഇത് വദിയാണ്. ഈ വദിയും മനിയും മനസ്സിലാക്കേണ്ടത്, മനി പുറത്തേക്ക് വന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുളിക്കൽ നിർബന്ധമാണ്. എന്നാൽ വദിയാണ് പുറത്തു വന്നിട്ടുള്ളത് എങ്കിൽ അത് വുളു മുറിയുന്ന കാര്യത്തിൽപ്പെട്ടത് മാത്രമാണ്, അവൻ കുളിക്കേണ്ടതില്ല. എന്നാൽ വേറൊരു ഫർക്കുണ്ട്, വദി നജസാണ്. ബൗല് പോലെ തന്നെ, മൂത്രം പോലെ തന്നെ വദി നജസാണ്, എന്നാൽ മനി നജസല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് മദിയാണ്. അതാണ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. മദി, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അഹ്കാമുകൾ അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് വായിച്ചതിന് ശേഷം നമുക്ക് പറയാം. ആ മദിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിലുള്ളത്. മദീനെ കുറിച്ച് ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് മാഉൻ അബിയളുൻ റഖീഖുൻ, അത് നേർത്തതായ ഒരു വെളുത്ത ദ്രാവകമായിരിക്കും. ലൈസ സഖീൻ, അത് കട്ടിയുള്ളതല്ല. യഖ്റുജു മിനർ റജുലി ഇൻദ ശഹ്വ ഔ ബഅദ ഇൻഖിലാഇ ശഹ്വ, അവന് ലൈംഗികാഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിന് ശേഷമൊക്കെ ഒരാളുടെ ലൈംഗിക ആവയവത്തിൽ നിന്നും പുറത്തു വരുന്നതായിരിക്കും. അത് താഹിറല്ല, അതും നജസിൽ തന്നെയാണ് പെടുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ് ശേഷമുള്ള ഹദീസിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ഹദീസ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കുൻതു റജുലൻ മസ്ദാഅൻ ഫസ്തഹൈതു അൻ അസ്അല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമകാൻ ഇബ്നതിഹി മിന്നി فأمرت المقداد بن الأسود فسأله فقال يغسل ذكره ويتوضأ والبخاري اغسل ذكرك وتوضأ ولمسلم توضأ وانضح فرجك. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, കുൻതു റജുലൻ മസ്ദാഅൻ, ഞാൻ ധാരാളമായി മദി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ധാരാളമായി മദി വരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ നന്നായി ഷഹ്വത്തുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ മദി വരാം, കാരണം ഷഹ്വത്ത് ഉണ്ടാകുന്ന സമയത്താണ് അതിന്റെ ഒരു കാരണം മദി വരാൻ. അല്ല എങ്കിൽ ചില രോഗമുള്ള ആളുകൾക്കും മദി അങ്ങനെ ഇടയ്ക്കേറെ വന്നുകൊണ്ടിരിക്കാം. ഈ രണ്ട് രൂപത്തിൽ മദി വന്നുകൊണ്ടിരിക്കാം. അദ്ദേഹത്തിന് ഏത് രൂപത്തിലാണ് വന്നത് എന്ന് നമുക്കറിയുകയില്ല. അദ്ദേഹം പറഞ്ഞു, കുൻതു റജുലൻ മസ്ദാഅൻ. മസ്ദാഅൻ ഫഅൽ വസ്ൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ധാരാളമായി എനിക്ക് മദി വരാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഫസ്തഹൈതു അൻ അസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമകാൻ ഇബ്നതിഹി മിന്നി, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിന്റെ അഹ്കാമുകൾ അറിയേണ്ടതുണ്ട്. എന്റെ വുളു മുറിയുമോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വൃത്തിയാക്കേണ്ടത് പോലെയുള്ള ഇതിന്റെ അഹ്കാമുകൾ യഥാർത്ഥത്തിൽ എനിക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ഫസ്തഹൈതു, എനിക്ക് ലജ്ജയുണ്ടായി, ഐ അസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, ലിമകാൻ ഇബ്നതിഹി മിന്നി, അദ്ദേഹത്തിന്റെ മകളും എനിക്കുമായുള്ള ബന്ധം കാരണത്താൽ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഹയാ ഉണ്ടായി, ലജ്ജയുണ്ടായി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത് അത് വലിയൊരു ഗുണമാണ്. ലജ്ജ എന്ന് പറയുന്നത് വളരെ നല്ല ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ ഖൈറല്ലാതെ ഒന്നും കൊണ്ടുവരികയില്ല. ഒരാൾക്ക് ലജ്ജയുണ്ടായി എന്നുള്ളത് കൊണ്ട് അതിൽ മോശമൊന്നുമില്ല. കാരണം ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചെറിയ പ്രായം മുതൽ പണ്ഡിതന്മാർ പറയുന്നു അവന്റെ എല്ലാ ഖൈറും നല്ല ലജ്ജയുള്ള കുട്ടിയായി വളർത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം, ഇങ്ങനെയുള്ളൊരു കാര്യം ആളുകളുടെ ഇടയിൽ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കുക, ഇത് പാടില്ല. മറിച്ചൊരു ലജ്ജ ആവശ്യമാണ്. ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലജ്ജ ഉണ്ടാകുക എന്നുള്ളത് നല്ലതാണ്. കാരണം ഈ ലജ്ജ കാരണം പല ഹറാമുകൾ ചെയ്യുന്നതും ഇവൻ തടയും. ലജ്ജയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോടും ഒരു മടിയില്ല. ആളുകളുടെ മുന്നിൽ നാട്ടുകാരെന്നെ കണ്ടാൽ എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല. ആളുകൾ അറിഞ്ഞാൽ എന്ത് കുഴപ്പം, അതൊന്നും എനിക്കൊരു കുഴപ്പമല്ല എന്നുള്ള നിലപാടായിരിക്കും. എന്നാൽ ലജ്ജയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് ആളുകളുടെ മുന്നിൽ ചെയ്യുന്നത് വലിയ പ്രയാസമായിരിക്കും. അവർ ഒരു രൂപത്തിൽ ആളുകളുടെ മുന്നിൽ മോശക്കാരാവാൻ അതൊരിക്കലും അവർ തുനിയുകയേ ഇല്ല. അതുകൊണ്ട് ലജ്ജ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗുണമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഗുണമാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്ത മുജാഹിദ് റഹിമഹുല്ലയിൽ നിന്നും
റിവായത്ത് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണത്? ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. രണ്ടാളുകൾക്ക് ഇൽമ ലഭിക്കുകയില്ല. മുസ്തഹിൻ, ഒന്ന് ലജ്ജിക്കുന്നവൻ, അതുപോലെ തന്നെ വലാ മുസ്തക്ബിർ, കിബ്റുള്ള ആളുകൾ. ഈ പറഞ്ഞതിന് ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവന്റെ ലജ്ജ ഒരു ഖൈറായ കാര്യത്തിൽ ഇവൻ തടയുകയാണ്. ഇവന് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ലജ്ജ. കാരണം അത് ഒന്നുകിൽ അനാവശ്യമായ നാണം കാരണം, അതല്ല എങ്കിൽ ഇവൻ ഒരു അഹങ്കാരം തോന്നുകയാണ്. കാരണം ഇതൊക്കെ എനിക്കറിയില്ല എന്ന് ഇവൻ ചിന്തിക്കും. ഇത് വളരെ ചെറിയൊരു മസാലയാണ്. ഇവൻ ചിന്തിക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഇവനൊരു ജനാബത്ത് കുളിനെ കുറിച്ച് അറിയില്ല, അപ്പൊ കുറെ കാലമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ആൾക്കിടയിൽ ഒരു ലജ്ജ ഉണ്ടാകും. എന്നിട്ട് അവൻ ആ തെറ്റിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇവൻ വിചാരിക്കും ഞാനൊക്കെ ഇതിന്റെ ആൾക്കാരായി കുറെ കാലമായി നടക്കുന്നു, ഇനിയിപ്പോ ഞാൻ ഈ വിഷയമൊക്കെ ഇയാളോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വിവരമില്ലേ എന്ന് വിചാരിക്കും. അപ്പൊ ആ രൂപത്തിൽ ലജ്ജിക്കുന്ന, അതുപോലെ കിബറുള്ള ആളുകൾക്ക് ഇൽമ ലഭിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ പറഞ്ഞ ഇദ്ദേഹം അബ്ദുസ്സലാം ശുഐർ ഹഫിളഹുല്ലാ അദ്ദേഹം ഒരു ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ അവരെന്ത് ചെയ്യുകയില്ല, അവർക്ക് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് അറിയുന്ന മസലകൾ അറിയുകയില്ല. പക്ഷെ കുട്ടികളാണ് അവിടെ ഉള്ളത്, പഠിപ്പിക്കുന്ന ആൾ വലിയ ആളുകൾ തന്നെ. പക്ഷെ അവിടെ അയാളുടെ തുല്ലാബുകളൊക്കെ കുട്ടികളായതിനാൽ ചിലപ്പോൾ അയാൾ അവിടെ പോയി ഇരിക്കുകയില്ല. കാരണം ഒക്കെ കുട്ടികളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇരുന്നാൽ ഇത് എനിക്ക് ശരിയാവുകയില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട വ്യക്തിയായിരിക്കും ഇത്. അപ്പൊ അങ്ങനെയുള്ള ലജ്ജ കാരണത്താൽ ഇവനിങ്ങനെ പോകും. അവസാനം ഈ കുട്ടികളൊക്കെ പഠിച്ചു വലുതാവും. ഈ ലജ്ജിച്ച വ്യക്തി കുറെ കാലം കഴിഞ്ഞാലും പിന്നെ ഇവൻ ഖേദിക്കും. അതേ പറഞ്ഞ കുറെ ആളുകൾ അങ്ങനെ പിന്നീട് ഖേദിച്ചതായി പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം അവർക്ക് ഈ കുട്ടികളെ കൂടെ ഞാൻ ഇത്ര വലിയ ആളല്ല, അവരെ കുട്ടികൾക്കൊക്കെ എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള ലജ്ജ. അപ്പൊ അങ്ങനെയുള്ള ലജ്ജ ഒരിക്കലും നമ്മൾ ഇൽമു പഠിക്കുന്നതിൽ തടയാൻ പറ്റുകയില്ല. അതൊരിക്കലും നമ്മളെ തടയാൻ പാടില്ല. അങ്ങനെ നമുക്ക് ലജ്ജയും കിബറും ഉണ്ടായാൽ അവനൊരിക്കലും ഇൽമ ലഭിക്കുകയില്ല എന്നാണ്. നമ്മളെല്ലാ കിബറുകളും മാറ്റിവെക്കണം, എന്നാലേ നമുക്ക് ഇൽമ ലഭിക്കുകയുള്ളൂ. നമുക്കറിയുന്ന കാര്യങ്ങളായാൽ പോലും നമ്മളത് വീണ്ടും കേൾക്കുന്നതിൽ നമുക്ക് ഉപകാരമുണ്ടാകും. നമ്മുടെ ലജ്ജയും കിബറും പലപ്പോഴും നമുക്ക് ഒരുപാട് ഖൈർ ലഭിക്കുന്നത് നമുക്ക് തടയപ്പെടും. അതൊരിക്കലും നമ്മളെ പിടികൂടിക്കൂടാം. അതുകൊണ്ട് ഈ വിഷയം ലജ്ജ എന്ന് പറയുന്ന രണ്ട് വശമുണ്ട്. ഒന്ന് മദ്മൂമായി ആക്ഷേപിക്കപ്പെടുന്ന ലജ്ജയുണ്ട്, അത് ഇത്തരം വിഷയങ്ങളിലാണ്. അതുപോലെ തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട മംദൂഹായ സ്തുത്യർഹമായ ലജ്ജയുണ്ട്. അത് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ നമുക്ക് അനിവാര്യമായി തീരുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഈ ഒരു ലജ്ജ കാരണം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരിട്ട് പോയി ചോദിച്ചില്ല. എന്താണ് അദ്ദേഹം ചെയ്തത്? പകരം ഫഅമർതുൽ മിഖ്ദാദ് ബിൻ അസ്വദ്, അദ്ദേഹത്തിന്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് ഞാൻ എന്ത് ചെയ്തു? കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വിഷയമുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു. ഫസഅലഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വിഷയം പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പരിഹാരം പറഞ്ഞു. യഗ്സിലു ദക്കറഹു വയതവദ്ദ, അദ്ദേഹം തന്റെ ലൈംഗികാവയം കഴുകട്ടെ. വയതവദ്ദ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് നജസാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നജസായ ഒരു കാര്യമാണ് കഴുകാൻ പറയുകയുള്ളൂ. അനാവശ്യമായ ശറഇൽ വെറുതെ അത് കഴുകിക്കോ എന്ന് പറയുകയില്ല. കഴുകാൻ പറയുന്നത് അത് കഴുകേണ്ടത് കൊണ്ടാണ്. അപ്പൊ യഗ്സിലു ദക്കറഹു, അത് കഴുകാൻ പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നജസായ ഒരു കാര്യമാണ്. വയതവദ്ദ, വുളു എടുക്കാൻ കൂടി പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് വുളു മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. കാരണം വുളു മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത നിസ്കാരത്തിന് വേണമെങ്കിൽ വുളു എടുക്കേണ്ടതുണ്ട് എന്നതുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. അന്നൽ മദിയ മൂജിബുൻ ലിൽ വുളു, ഇത് വുളു മുറിയുന്ന കാര്യത്തിൽ പെട്ടതാണ്. രണ്ടാമത്തത്, ഇത് നജിസാണ്. അന്നൽ മദിയ നജിസുൻ ലൈസ ബിതാഹിർ, ഇത് മനിയു പോലെ ശുദ്ധിയുള്ളതേ അല്ല, മനിയു പോലെ ശുദ്ധിയുള്ളതല്ല, നജിസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില റിവായത്തിൽ വന്നിട്ടുള്ളത് എന്താണ്? വയൻലഹ് ഫർജഹു, അവൻ തന്റെ ലൈംഗികാവയത്തിൽ നദ്ഹ് ചെയ്യട്ടെ. എന്താണ് നദ്ഹ്? ഇൻഷാ അല്ലാഹ് നമ്മളത് പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. നദ്ഹ് ചെയ്യട്ടെ, അഥവാ കൊടയുക എന്നുള്ളതാണ്. അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഈ മദി വന്ന ഒരു വ്യക്തി ഇത് വൃത്തിയാക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കുന്നത് പോലെ ഇസ്തിൻജാ ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് തന്റെ ദക്കർ ലൈംഗികാവയം പൂർണ്ണമായി കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു അസുഖമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ അതിന്റെ ഒരു ഫായിദയായി പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അവന് ലൈംഗികമായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രശ്നം അത് കുറഞ്ഞു കിട്ടും. അങ്ങനെ മദി ഉൽപ്പാദിക്കപ്പെടുന്നത് അത് ഇല്ലാതാകും. അതുകൊണ്ട് പൂർണ്ണമായി തന്റെ ലൈംഗികാവയം പൂർണ്ണമായി കഴുകുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതിൽ ഇഗ്സിൽ ദക്കറക വതവല്ല, നീ നിന്റെ ലൈംഗികാവയം കഴുകുക, വതവല്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ ലൈംഗികം കഴുകുക, പിന്നീട്
വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതിൽ തവദ്ദ വൻലഹ് ഫർജക്, നീ ആദ്യം വുളു എടുക്കുക, വൻലഹ് ഫർജക്, ശേഷം ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിലൊരു തർത്തീബില്ല എങ്കിലും ഇത് കുഴപ്പമില്ല. കാരണം ഫുഖഹാക്കൾ പൊതുവെ പറഞ്ഞിട്ടുള്ളതാണ് നജസ് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ വുളു എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ഹദീസിന്റെ ചില അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ആദ്യം വുളു എടുത്തു പിന്നെ അത് വൃത്തിയാക്കിയാലും ആ വുളു ശരിയാകും. വുളുവിന്റെ ഷർത്തിൽ പെട്ടതല്ല നജസ് ആദ്യമേ വൃത്തിയാക്കണം എന്നുള്ളത്, നജസ് ശേഷം വൃത്തിയാക്കിയാലും മതിയാകും എന്നതിന് തെളിവായി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. മതിയുണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് അത് വൃത്തിയാക്കേണ്ടത്? അത് നദ്ഹു കൊണ്ടാണ്, അഥവാ അതിലേക്ക് വെള്ളം കുടഞ്ഞുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് നജസുകളെ നോക്കിയാൽ കാണാൻ സാധിക്കും നജാസത്തുകൾ മൂന്നിനങ്ങളാണ്. അതൊന്നാമത്തത് നജാസത്തുൽ മുഗല്ലദ, കടുത്ത നജസ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് നമ്മൾ നേരത്തെ ഒരു അധ്യായത്തിൽ പഠിച്ച നായയുമായി ബന്ധപ്പെട്ട കാര്യം. നായ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ നമ്മൾ പറഞ്ഞു 7 തവണ കഴുകേണ്ടതുണ്ട്, അതിലൊന്ന് മണ്ണ് കൊണ്ട് കഴുകേണ്ടതുണ്ട്. കാരണം അതിന്റെ നജസുൻ മുഗല്ലദ, കടുത്ത നജസാണ്. അതുകൊണ്ടാണ് അതിന് ശക്തമായ 7 തവണ വരെ കഴുകണം എന്ന് പറഞ്ഞത്. അതിലൊന്ന് മണ്ണ് ഉപയോഗിക്കണം എന്ന് പോലും പറഞ്ഞത് അതുകൊണ്ടാണ്. അതാണ് നജാസത്തുൻ മുഗല്ലദ. രണ്ടാമത്തത് നജാസത്തുൻ ആദിയ, ബാക്കിയുള്ള മലമൂത്ര വിസർജ്യങ്ങളെല്ലാം തന്നെ അത് ആദിയായ നജസുകളാണ്. അത് വൃത്തിയാകുന്നത് വരെ 1 തവണ കഴുകുക, അല്ലെങ്കിൽ എത്ര തവണയാണോ അത് ആവശ്യം അത് കഴുകുക എന്നതാണ് ഇതിനുള്ളൂ. പിന്നെ നജാസാത്തുൻ മുഖഫഫ, നേർത്തതായ നജസുകളുണ്ട്. ശറഇൽ ഈ നജസുകൾ വൃത്തിയാക്കുന്നതിന് ലഘൂകരണമുണ്ട്. കാരണം ആ നജസുകൾ ഒന്ന് നേർത്തതായിരിക്കും, പിന്നെ ഇത് ധാരാളമായി ഉള്ളതായിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ശറഇൽ അത്തരം പ്രയാസമുണ്ടാകുന്ന സമയത്ത് പൊതുവിൽ വരുന്ന ഹുക്കുമായ അത് എളുപ്പമാക്കുക എന്ന കാരണത്താൽ അതിൽപ്പെട്ടതാണ് ഒന്ന് മദി. രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ നജാസത്തുൽ മുഖഫഫയായിട്ടുള്ളത്. ഒന്ന് മദി, ഈ അധ്യായത്തിൽ വന്നത്. ഇനി വരുന്ന ഹദീസുകളിൽ വരുന്ന വൽ ബൗലുൽ ഗുലാമില്ലദി ലം യഅകുലി ത്വാം, ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത ആൺകുട്ടികൾ, ചെറിയ പ്രായത്തിൽ പാല് മാത്രം കുടിക്കുന്ന, ഭക്ഷണം വിശപ്പ് മാറ്റാൻ കഴിക്കാത്ത ആൺകുട്ടികൾ, അവരുടെ മൂത്രം, ഇത് രണ്ടും മുഖഫഫയായ നേർത്തതായ നജസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നൽഹ് മതി, വെള്ളം കുടയുക എന്ന് മതി. ഗസ്ല് ആവശ്യമില്ല. എന്താണ് ഗസ്ലും നൽഹും തമ്മിലുള്ള വ്യത്യാസം? 4ഓളം കാര്യങ്ങൾ നൽഹിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഗസ്ൽ എന്ന് പറഞ്ഞാൽ വെള്ളം അതിലെത്തിയിട്ട് വെള്ളം അതിൽ നിന്നും ഒലിച്ച് പുറത്തേക്ക് പോകേണ്ടതുണ്ട്, എന്നാലാണ് ഗസ്ലാവുകയുള്ളൂ. നമ്മൾ പറഞ്ഞു കൈയുമൊക്കെ നമ്മോട് വുളുവിൽ ഗസ്ലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൈ ഇങ്ങനെ വെറുതെ തടവി അങ്ങനെ വെച്ചാൽ പോരാ, വെള്ളം അതിൽ നിന്ന് ഒലിച്ച് ഇറങ്ങേണ്ടതുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് വെള്ളം എത്തിച്ചാൽ അതിൽ നിന്ന് ഒലിച്ച് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതാണ് ഗസ്ൽ എന്ന് പറയുന്നത്. നൽഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിലായാൽ മാത്രം മതി, അത് പുറത്തേക്ക് കടക്കണമെന്നില്ല. അതാണ് നൽഹ് എന്ന് പറയുന്നത്. കുടയുന്ന സമയത്ത് അവിടെ ആ നജസുള്ള ഭാഗത്തെല്ലാം വെള്ളം എത്തണം എന്നതേ ഉള്ളൂ. അത് പുറത്ത് കടന്ന് കഴുകുന്നത് പോലെ, ഒരു പൈപ്പിന് കാട്ടി കഴുകുന്നത് പോലെ കഴുകേണ്ടതില്ല. അഥവാ ഒരാളിൽ മതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ലൈംഗിക അവയവത്തിലും അടിവസ്ത്രത്തിലും അവൻ ടോയ്ലറ്റിലോ മറ്റോ പോയി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വെള്ളമെടുത്ത് അവിടെ കുടയുക എന്നത് മാത്രം മതി. അത് മുഴുവൻ അഴിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതില്ല. അവന്റെ അടിവസ്ത്രമോ മറ്റോ ഒന്നും മുഴുവൻ അഴിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതില്ല. കാരണം ഇത് ഒരു രോഗമായി പ്രയാസമുണ്ടാകുന്ന സമയത്ത് അതൊരു വലിയ പ്രയാസമായി തീരും. അങ്ങനെയുള്ള മശക്കത്തുണ്ടാകുന്ന സമയത്തെല്ലാം ഷറയിൽ ഇങ്ങനെയുള്ള എളുപ്പങ്ങൾ കാണാം. അതിന്റെ അടിസ്ഥാന ഖായിദയാണ് അൽ മശഖത്തു തജ്ലിബു തൈസീർ. പ്രയാസമുണ്ടാകുന്ന സമയത്ത് ദീനിൽ എളുപ്പമുണ്ടാകും. അങ്ങനെയുള്ള നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ടാകും. നമുക്ക് എളുപ്പം സ്വന്തമായി ഉണ്ടാക്കാം എന്നതല്ല അതിന്റെ അർത്ഥം. ഇതാണ് ഒന്നാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ഹദീസ് നമുക്ക് വായിക്കാം. അൻ അബ്ബാദ് ബിൻ തമീം അൻ അബ്ദുല്ലാഹ് ബിൻ സെയ്ദ് ബിൻ ആസിം അൽ മാസിനി റളിയല്ലാഹു അൻഹു ഖാൽ. അബ്ബാദ് ബിൻ തമീം അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ സെയ്ദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ശുകിയ ഇല നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുൽ. ഒരിക്കൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. ചില ഹദീസിൽ അങ്ങനെ പേര് പറയാറില്ല. പണ്ഡിതന്മാർ പറയുന്നു അത് ആരാണ് ആ വ്യക്തി, ആരാണ് ആ സഹാബി എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വിഷയമാണ് നമുക്ക് പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് റിവായത്ത് ചെയ്യുന്ന താബിഈ അതല്ലെങ്കിൽ മറ്റൊരു സഹാബി പേര് പറയാത്തത്. ചില പേര് പറയേണ്ട ഒരു മക്കാനായിരിക്കുകയില്ല. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി പറയുകയാണ്. എന്താണ് ആ പരാതി? യുഹയ്യലു ഇലൈഹി അന്നഹു യജിദു ശൈഅ ഫി സ്വലാ. നിസ്കാരത്തിൽ എന്തോ അവനിൽ നിന്നും പുറത്തു പോകുന്നതായി അവന് തോന്നുന്നു. എന്താണത്? അത് പണ്ഡിതന്മാർ പറഞ്ഞു അത് കീശ്വാസമാണ്. അവനിൽ നിന്നും കീശ്വാസം അത് പുറത്തേക്ക് പോകുന്നതായി
അവൻ പറയുന്നു. അത് മൂത്രമാണോ മറ്റോ ആണോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കി നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയിൽ നിന്നും അത് റീഹാണ്, കീശ്വാസമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് പറഞ്ഞു, ലാ യൻസരിഫു ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, നിനക്കൊരു ഗന്ധം അനുഭവപ്പെടുന്നതുവരെ, അതുപോലെ വ്യക്തമായ ശബ്ദം നീ കേൾക്കുന്നതുവരെ നീ പിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ പ്രധാനപ്പെട്ട രണ്ട് മസ്അലകളുണ്ട്. ആദ്യമായി പ്രധാനപ്പെട്ട രണ്ട് മസ്അലകളുണ്ട്. ഒന്ന്, റീഹ് എന്ന് പറയുന്നത്, കീശ്വാസം എന്ന് പറയുന്നത് നാഖിലത്തുൻ ലിൽ വുളു, വുളു മുറിക്കുന്ന കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻസരിഫ്, പിരിഞ്ഞു പോകാൻ പാടില്ല, ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ മണം നീ അനുഭവിക്കുന്നത് വരെ. എന്നാൽ ഇത് അനുഭവിച്ചാലോ ശബ്ദം കേട്ടാലോ എന്താണ് ചെയ്യേണ്ടത്? ഇൻസരിഫ്, നീ പിരിഞ്ഞു പോകണം. അതിന്റെ അർത്ഥം നിന്റെ വുളു മുറിഞ്ഞിട്ടുണ്ട്. കീശ്വാസം വുളു മുറിക്കുമെന്നുള്ള തെളിവുള്ള ഏക ഹദീസ് ഇതാണ്. ഈ ഹദീസിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശറഇൽ ദീനുൽ ഇസ്ലാമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ്ഹിന്റെ ആദ്യ അധ്യായം മുതൽ അവസാന അധ്യായം വരെ ഉപയോഗപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം ഈ ഹദീസിലുണ്ട്. എന്താണ് ആ ഹദീസിൽ? ആ തത്വം അന്നൽ യഖീന ലാ യസൂലു ബിശക്ക്, യഖീനായ ദൃഢമായ കാര്യങ്ങൾ കേവല സംശയങ്ങൾ കൊണ്ട് നീങ്ങിപ്പോകുകയില്ല. ഏതൊരു അധ്യായം എടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് വുളു എടുത്തതിന് ശേഷം വെറുതെ സംശയം, വുളു മുറിഞ്ഞോ, നിനക്ക് യഖീൻ എന്താണ്? നീ വുളു എടുത്തു, നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഓർമ്മയുണ്ട്, യഖീനാണ്. വുളു മുറിഞ്ഞതായിട്ട് നിനക്ക് യഖീനുണ്ടോ? ഇല്ല. ശക്ക, സംശയം ഇങ്ങനെ തോന്നുന്നുള്ളൂ. ഇല്ല. നീ തഹാറത്തിലാണ്, പൂർണ്ണമായ തഹാറത്തിലാണ്. നീ വുളു എടുത്തിട്ടില്ല, വുളു എടുത്തോ ഇല്ലെന്ന് ഇങ്ങനെ സംശയം. വുളു എടുത്തിട്ടില്ല എന്നുള്ള കാര്യം യഖീനാണ്. നീ വുളു എടുത്തിട്ടില്ല, മാറ്റി വുളു എടുത്തോളൂ. എന്നാൽ വുളു എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശക്ക ആവശ്യമില്ല. അങ്ങനെ ഏതൊരു കാര്യത്തിലും അവന് യഖീനുള്ള കാര്യം, അത് കേവലമായ വരുന്ന ശക്കുകൾ കൊണ്ട്, സംശയങ്ങൾ കൊണ്ട് അത് നീങ്ങിപ്പോകുകയില്ല എന്ന അധ്യായമാണ്, എന്ന വലിയ പാഠമാണ് ഇതിനുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നത് എന്താണ്? നീ തഹാറത്തിലാണെന്ന് നിനക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് നിസ്കരിക്കാൻ കൈകെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നീ അതിൽ നിന്നും പിരിഞ്ഞു പോകണമെങ്കിൽ യഖീൻ ഉണ്ടാകണം. നിന്നിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് പോയി എന്നുള്ളതിന് യഖീൻ. ആ യഖീനാകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നുകിൽ അതിന്റെ മണം അനുഭവിക്കുക, അതല്ല എങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. എന്നാൽ ശൈഖുൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് യഖീനായിട്ട് തന്നിൽ നിന്നും കീശ്വാസം പോയി എന്ന് ഉറപ്പ് വന്നാൽ ഇത് രണ്ടിന്റെയും ആവശ്യമില്ല. ഒരാൾക്ക് യഖീനാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പൊ വലിയൊരു ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് അയാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് ശബ്ദം ചിലപ്പം കേൾക്കണം, പക്ഷെ അയാൾക്ക് ഉറച്ച യഖീനാണ്, ഒരു സംശയവുമില്ല. എന്നാൽ സംശയമുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ളത് ഇത് പരിഗണിക്കണം. എന്നാൽ ചില ആൾക്ക് ഉറപ്പായിരിക്കും, പോയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഗണിക്കേണ്ടതില്ല. അതല്ലാത്ത ആളുകൾ കേവല സംശയം മാത്രമാണെങ്കിൽ ഇത് പരിഗണിച്ചിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഹദീസിന്റെ ആശ്വാസം മനസ്സിലാവുകയുള്ളൂ. ഈ രോഗം അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജമാഅത്ത് നിസ്കാരത്തിനെത്താത്ത, നിസ്കാരം തന്നെ വക്തിൽ നിസ്കരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ആളുകൾ ചോദിക്കുന്നത് കേട്ടാൽ പ്രയാസം തോന്നിപ്പോകും, അത്രയും വലിയ പ്രയാസമായി. കാരണം ഒരുപാട് കാലം നല്ല രൂപത്തിൽ നിസ്കരിച്ച ആളുകളായിരിക്കും. പെട്ടെന്ന് ഈ ഒരു പ്രശ്നം വന്നിട്ട് വയറ്റിൽ നിന്ന് എന്തോ പോകുന്നതായി തോന്നുന്നു, എനിക്ക് എപ്പോഴും എന്തോ പോകുന്നതായി തോന്നുന്നു, വുളു എടുക്കും, വീണ്ടും വുളു എടുക്കും, എന്തോ പോയി, വുളു മുറിഞ്ഞു, ഇത് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് ഇദ്ദേഹം ചോദിച്ചത് എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു ഇതെല്ലാ അവസ്ഥയിലും ഇത് ബാധകമാണ്, എല്ലാ അവസ്ഥയിലും ബാധകമാണ്. നിസ്കാരമല്ലാത്ത സമയത്ത് ഒരാൾ വുളു ഉണ്ടായാലും കേവലമായി വയറ്റുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, ചില ആൾ പറയും ഇങ്ങനെ വയറ്റുന്ന എന്തോ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ, അങ്ങനെ വയറ്റുന്ന് കേൾക്കുന്ന ശബ്ദവും വയറ്റുന്ന് ഇളകി മറയുന്നത് പോലെ തോന്നിയാലും ഇതൊന്നും നില വുളു മുറിക്കുകയില്ല. വുളു മുറിയണമെങ്കിൽ ഈ കാര്യം യഖീനോടുകൂടി നീ കേൾക്കുകയോ ഗന്ധം അനുഭവിക്കുകയോ വേണം. അതല്ലാതെ നിനക്ക് കേവലം അടിവയറ്റിൽ നിന്ന് അങ്ങനെ തോന്നുക, അവിടെ ഇങ്ങനെ തോന്നുക, ഇതൊക്കെ പിശാച് ഉണ്ടാക്കുന്ന വസ്വാസാണ്. ഈ ഒരു കാരണത്തിൽ മാത്രം എത്രയോ ആളുകൾ അവരാദ്യം ഈ വുളു എടുക്കൽ ഇങ്ങനെ താമസിപ്പിക്കും. വുളു എടുക്കൽ താമസിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഏറ്റവും ആദ്യം ആ നിസ്കാരത്തിന് മുമ്പിൽ സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ഇവനത് നഷ്ടപ്പെടും. പിന്നീട് ജമാഅത്തിന് തുടക്കത്തിലെത്തും, അതായിരിക്കും അതിന്റെ തുടക്കം. പിന്നീട് ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരുന്ന അവസാനം അവൻ ജമാഅത്തിൽ വൈകാൻ തുടങ്ങും. പിന്നെയും ഇത് കൂടിക്കൊണ്ടേയിരിക്കും, അവസാനം ജമാഅത്തിനെത്താത്ത അവസ്ഥ വരും. പിന്നെയും ഇത് കൂടിക്കൊണ്ടേയിരിക്കും, ആ വക്ത് തന്നെ തീരുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു വസ്വാസിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള വസ്വാസുകളെ മുഴുവനായി മുറിച്ചു കളയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. യഖീനുള്ള കാര്യത്തിനെ നീ ചെവി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാത്ത കേവലം നിനക്ക് സംശയം ഉണ്ടാകുന്ന കാര്യത്തിൽ നീ ഇത് ഇങ്ങനെ ഒരു കാര്യം കൊടുക്കാൻ പാടില്ല. മഹാനായ പണ്ഡിതൻ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്ന ശൈത്താന അവ്വലു മാ യബ്ദഉ ബിബ്നി ആദം യഅതീഹി മിൻ ബാബി ശുബ്ഹാത്ത് യുശക്കിഹു ഫില്ലാഹ്. അവൻ ആദ്യമായി പിശാച്
ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പിഴപ്പിക്കാൻ ആദ്യം ഒരുപാട് ശുബഹത്തുകളായിട്ട് വന്നത്. അള്ളാഹിനെ കുറിച്ചുള്ള സംശയം, ദീനിനെ കുറിച്ചുള്ള സംശയം, ഇതൊക്കെ ആയിട്ട് ഓരോ ആളുകളുടെ വരും. അത് ഫലം കണ്ടില്ല. ഫൈൻ അജസ അൻഹു അതാഹു മിൻ ബാബി ഷഹവാത്ത്. അതിനവൻ പരാജയപ്പെട്ടാൽ പിന്നെ ഷഹവത്തുകൾ, ദേഹേച്ഛകൾ, ഹറാമായ, അവന് അതിലേക്ക് ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഹറാമിലേക്ക് അവൻ വ്യത്യസ്ത രൂപങ്ങൾ കാണിച്ചു കൊടുക്കും. അതിലും ഹറാമിലും വീഴാതെ നല്ല ഈമാനോടുകൂടി നിൽക്കുന്ന ആളുകൾ, ദീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് വരുന്ന മൂന്നാമത്തെ രീതി ഫൈൻ അജസഹു അൻഹു അതാഹു മിൻ ബാബിൽ വസ്വാസ്. വസ്വാസിന്റെ ബാബിലേക്ക് വരും. അല്ലെ, പല ആളുകളും ശ്രദ്ധിച്ചാൽ മതി, വസ്വാസ് ഉണ്ടാകുന്നത് തെമ്മാടിയായി നടക്കുന്നവനോ അല്ലെങ്കിൽ ദീൻ ഉപേക്ഷിച്ചു പോയവനോ ആയിരിക്കില്ല. നല്ല നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അവർ വിചാരിക്കും ഇത് എനിക്കെന്തോ ദീനായിട്ട് കിട്ടിയതാണ്, ഇതെന്റെ ഞാൻ നല്ല ദീൻ അവർ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പിശാചിന്റെ മൂന്നാം ഘട്ടമാണിത്. നിന്നെ ശുഭത്തിലും ഷഹവത്തിലൊന്നും കിട്ടാതെ നല്ല നിസ്കാരക്കാരനായി മാറുന്ന സമയത്ത് പലപ്പോഴും പല വ്യക്തികളും ഒരുപാട് കാലം തിന്മയിലൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരത്തിനും മറ്റുമൊക്കെ വരുമ്പോൾ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം പിശാചിന് എന്താണ് വേണ്ടത്? പിശാച് യഥാർത്ഥത്തിൽ അവനെ ഈ അമലിൽ നിന്നും തടയാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത്, പിശാച് നിന്നെ ഈ അമൽ നീ തീർക്കാൻ, നീ അത് ചെയ്യാതിരിക്കാനാണ് പിശാചിന്റെ ലക്ഷ്യം. ആദ്യം ഈ അമൽ പിന്തിപ്പിക്കുകയും അവസാനം നീ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയുകയില്ല, വലിയ വസ്വാസായി ഈ അമല് തന്നെ നീ ഉപേക്ഷിച്ചു പോകണം എന്നതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിശാചിന്റെ ഈ കെണിയിൽ നമ്മൾ പെടാതിരിക്കുക. പിശാചിന് ശക്തമായി ഇത് പിശാചിന്റെ പണിയാണ്. ഞാൻ അതിന് ചെവി കൊടുക്കുകയില്ല, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുകയുള്ളൂ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ നസീഹത്ത്, ആ ഉപദേശം, അതേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. പിശാചി തോന്നിക്കുന്നതിൽ ഞാൻ ഒരിക്കലും ചെവി കൊടുക്കുകയില്ല എന്നുറച്ച ബോധ്യത്തോടുകൂടി അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അവൻ അതിൽ ചെവി കൊടുക്കാനേ പാടില്ല. കാരണം പിശാച് ദീനിന്റെ രൂപത്തിലാണ് വസ്വാസം കൊണ്ടുവരിക. കാരണം ഇത്തരക്കാരായ ആളുകൾക്ക് പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? നീ ഇങ്ങനെ വുളൂഇല്ലാതെ നിസ്കരിച്ചാൽ നിനക്കറിയില്ല, വുളൂഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് കുഫറാണ്, അല്ലെ? കുഫറാണ്, സംശയമില്ല. ഒരാൾ മനഃപൂർവ്വം വുളൂഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ കുഫറാണ്, അള്ളാഹുവിന്റെ ദീന് വെച്ച് കളിക്കലാണ്, ഇസ്തിഹ്സാഉൻ ബിദ്ദീനാണ്, കുഫറാണ്. അത് പിശാച് തോന്നിച്ചു കൊടുക്കും. അപ്പൊ നിനക്ക് വുളൂ ഇല്ല, യഥാർത്ഥത്തിന്റെ വുളൂ ഇല്ല, നിന്റെ വുളൂ മുറിഞ്ഞിട്ടുണ്ട്, അപ്പൊ നീ വുളൂ ഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ്. ആ രൂപത്തിൽ അവനെ പറയും. രണ്ടാമത് കൈ കെട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തി, നിന്റെ വുളൂ പോയി, നീ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകും, നീ വുളൂ ഇല്ലാതെ തുടർന്നു കഴിഞ്ഞാൽ അത് നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ കിട്ടും. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയൊക്കെയാണ് പിശാച് അവൻ വസ്വാസിലൂടെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ അതിൽ ചെവി കൊടുക്കേണ്ടതില്ല, അതിൽ നമ്മൾ ചെവി കൊടുക്കേണ്ടതേ ഇല്ല. നമ്മൾ പറയാറുണ്ട്, ഇത്തരക്കാരായ ആളുകൾ, പല ആളുകൾക്കും ഈ സലസുൽ ബൗലിന്റെ മൂത്രവാർച്ചയുടെ പ്രശ്നമായിരിക്കും, അല്ല എങ്കിൽ അവർക്ക് ഇതുപോലെ തുടർച്ച ഗ്യാസ് പോകുന്ന പ്രശ്നം, അതും ഒരു രോഗമായി പണ്ഡിതന്മാർ എണ്ണിയതാണ്. മൂത്രവാർച്ച പോലെ തന്നെ തുടർച്ചയായി ഗ്യാസ് പുറത്തു പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതും ഒരു രോഗമാണ്. ഈ രണ്ടാളുകളോട് നമ്മൾ പറയാറുള്ളത് രണ്ട് കാര്യമാണ്. ഒന്നുകിൽ ഇതൊരു രോഗമായിരിക്കും, അല്ലെങ്കിൽ വസ്വാസായിരിക്കും. രണ്ടാളൊരു കാര്യമാണ്. ഇതെനിക്ക് രോഗമായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കണ്ടാൽ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് ആ രോഗമുണ്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി തരും. രോഗമാണോ എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അതിന് കളവുണ്ട്. സലസുൽ ബൗലുള്ള വ്യക്തിക്കും അതുപോലെയുള്ള ഇങ്ങനെ പതിവായി ഹദസ് ഉണ്ടാകുന്ന വ്യക്തികൾക്കും അളവുണ്ട്. പിന്നെ നീ എന്തിനാണ് പഠിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അളവുണ്ട്. കാലങ്ങളായി ഫുഖഹാക്കൾ, വർഷങ്ങളായി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ ഒരു കാര്യമേ ശ്രദ്ധിക്കേണ്ട, ഓരോ വക്തിനും വുളു എടുത്താൽ മാത്രം മതി. ലുഹറിന് വുളു എടുത്തിട്ട് വേറെ ഒരു കാരണം കൊണ്ട് വുളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അസർ ബാങ്ക് കൊടുത്താൽ ഒരു വുളു എടുക്കണം. ഇത് മാത്രമേ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ, വേറൊന്നുമില്ല. വേറെ അതിന്റെ ഇടയിൽ എത്ര നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം, മുസ്ഹഫ് സ്പർശിക്കാം, യാതൊരു കുഴപ്പമില്ല. മറ്റു നീ മലമൂത്ര വിസർജ്യങ്ങൾ അല്ലെങ്കിൽ ഉറങ്ങിയ പോലെ വുളു മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ വുളു എടുക്കാമല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് വുളു എടുക്കേണ്ടതില്ല. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വസ്വാസായിരിക്കും. ഒന്നുകിൽ രോഗമാണെങ്കിൽ കളവുണ്ട്, വസ്വാസാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നീ അതിനെ ഉപേക്ഷിച്ചാൽ മതി. രണ്ടായാലും നീ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. രോഗമാണെങ്കിൽ അളവിന്റെ വഴിയിൽ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള പിശാചിന്റെ വസ്വാസാണെങ്കിൽ അതിൽ തീരെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഇത് എത്ര വലിയ പ്രയാസമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെട്ട ആളുകൾക്ക്, അവരുടെ പ്രശ്നങ്ങൾ കേട്ട ആളുകൾക്ക് അറിയാം ഇത് എത്ര വലിയ പ്രയാസമാണ് പിശാച് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിന്റെ മറുപടി വളരെ ലളിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ തവണയും ഈ മറുപടി അവർ കേൾക്കാൻ ആഗ്രഹിക്കും. ഈ കേട്ട കാര്യം അവർ ഒരു തവണ കേട്ടാലും പിന്നെയും അവർ ഈ രോഗം വന്നാൽ അവർക്ക് വീണ്ടും നമ്മൾ ഇതേ മറുപടി കൊടുത്താൽ അവർക്ക് 1-2 ദിവസം സമാധാനമായിരിക്കും. പിന്നെയും അടുത്ത ആഴ്ചയായാൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമായാൽ അവർക്ക് ഈ പ്രയാസം വരും. അവർക്ക് പിന്നെയും ഈ 2 മറുപടി പറഞ്ഞാൽ അത് അവർക്ക് മനസ്സമാധാനമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതെപ്പോഴും നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കഴിവിൽപ്പെടാത്ത കാര്യത്തിന് നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല. അവന്റെ ദീനിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള സന്ദർഭങ്ങളിലെല്ലാം എളുപ്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, ആയത്തുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ നിങ്ങളെ
നിങ്ങൾ മനഃപൂർവ്വമല്ലാതെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് അത് പേടിച്ച് നിങ്ങൾ ഇബാദത്തുകൾ ഉപേക്ഷിക്കാതിരിക്കുക. കൃത്യമായി ഒരു തവണ വുളു എടുക്കുക, ഒരുപാട് തവണ വുളു എടുക്കേണ്ടതില്ല. ഈ സംശയമുള്ള ആളുകൾ ഒരുപാട് തവണ വുളു എടുത്തുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആലോചിക്കുക. നിങ്ങൾ 3 തവണയാണ് ചെയ്യേണ്ടത്. മൻ ജാദ അലാ ദാലിക്, ആരെങ്കിലും അതിൽ വർദ്ധിപ്പിച്ചാൽ ഫഖദ് അസാഅ വതഅദ്ദ വളലം, അവൻ അതിക്രമവും മോശവും പ്രവർത്തിച്ചിരിക്കും. അത് നീ മനസ്സിലാക്കുക. 3 ഒഴിവാക്കി 4 കഴുകിയാൽ നിനക്ക് കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. നീ വെള്ളം കളയുകയാണ്. അതുപോലെ തന്നെ ളുൽമാണ് നീ ചെയ്യുന്നത്, തെറ്റാണ് ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മനസ്സിലാക്കുക. 3 തവണയെ മാക്സിമം കഴുകാൻ പാടുള്ളൂ. അത് നീ വെറുതെ കഴുകി കളയാൻ പാടില്ല. കൃത്യമായി 1 തവണ വുളു എടുക്കുക. നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതുപോലെ പല വസ്വാസുകൾ ഉണ്ടാകാം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പ്രയാസപ്പെട്ട് എത്രയോ മിനിറ്റുകൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് തീർക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അക്ബർ എന്നവർക്ക് പറയുമ്പോൾ അള്ളാഹ് വേറെന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നുക. ഇതെല്ലാം ഈ വസ്വാസിന്റെ ഭാഗം. ഒറ്റൊരു തവണ പറയുക. ചില ആളുകൾ പുറത്തുനിന്ന് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ഓതാൻ സാധിക്കുകയില്ല. അത് വലിയ പ്രയാസമായിരിക്കും. പുറത്തുനിന്ന് ആളുകൾ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു രൂപത്തിലുള്ള ഓത്തും നടക്കുകയില്ല. അത്തരക്കാരായ ആളുകൾ പ്രത്യേകിച്ചും ഹറമിലും അതുപോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോയി വലിയ പ്രയാസപ്പെടും. അത് പിശാചിന്റെ ഭാഗത്തുള്ളതാണ്. നിന്നെ ഇബാദത്തിൽ നിന്ന് മുടക്കുന്നവൻ അത് പിശാച് മാത്രമാണ്. അത് നിന്റെ ഹൈറായ ചിന്തകളല്ല എന്ന് മനസ്സിലാക്കുക. നിന്നൊരു ഇബാദത്ത് എന്നാണ് അവൻ മുടക്കുന്നത്. നിന്നെ ഫർള് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ആ റിസൾട്ട് മാത്രം നീ പരിശോധിച്ചാൽ നിനക്ക് മനസ്സിലാക്കാം ഇത് പിശാചിന്റെ പണിയാണ്. അതിന് നീ ചെവി കൊടുക്കാനേ പാടില്ല. നീ ഹൈറിലാണോ നിനക്ക് സമാധാനിക്കാം. അതല്ല ഈ ഹൈറിൽ നിന്നും നിന്നെ തടയുന്നതാണോ അത് പിശാചാണ് എന്ന് നീ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി പറയുക. ഇനി ഈ സലസുൽ ബൗലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ പറയുന്നു, സലസുൽ ബൗലുള്ള ആളുകൾ, മൂത്രവാർച്ചയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഖളാഉൽ ഹാജ ചെയ്യുന്ന സമയത്ത് ഒരു സുന്നത്ത് അവർ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അവർ ഒരല്പനേരം അവിടെ കാത്തു നിൽക്കണം. ഈ മൂത്രം ഉറ്റിപ്പോകുന്ന ആളുകൾ അല്പനേരം, ധാരാളം നേരം ടോയ്ലറ്റിൽ നിൽക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹറാമായ കാര്യമാണ്. ധാരാളം നേരം അങ്ങനെ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് ഇങ്ങനെ പോരാനും പാടില്ല. ശ്രദ്ധിക്കാതെ പോരുക. നമ്മൾ നേരത്തെയും അങ്ങനെയുള്ള ഹദീസുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ രോഗമുള്ള ആളുകൾ അവർ കൃത്യമായി അറിയാം, 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞാൽ അത് കൃത്യമായി ഉറ്റുതീരുമെന്ന് അറിഞ്ഞാൽ അതിനുവേണ്ടി അവരവിടെ കാത്തു നിൽക്കുക. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ചില ഹദീസിൽ അത് വന്നിട്ടുണ്ട്, അവൻ തന്റെ ആ മൂത്രം ഉറ്റുന്നെന്ന് തോന്നുന്ന അടിവസ്ത്രത്തിൽ ഒരല്പം വെള്ളം കൊടയുക. പിന്നീട് വല യുഫത്തിശബദ, പിന്നീട് ഒരിക്കലും അവൻ നോക്കേണ്ടതില്ല അതിൽ ഉറ്റിയിട്ടുണ്ടാകുമോ, അതല്ലെങ്കിൽ മതിയായിട്ടുണ്ടാകുമോ. ചില ആൾക്ക് സംശയമാണ്, അങ്ങനെ മതിയായിട്ടുണ്ടോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ അടിവസ്ത്രം നോക്കേണ്ടതില്ല. അങ്ങനെ നോക്കാൻ തുടങ്ങിയാൽ അത് മുതൽ നിങ്ങൾക്ക് വസ്വാസാണ്. ചില ആളുകൾക്ക് അത് ആദ്യം അടിവസ്ത്രത്തിലായി, പിന്നീട് അത് എന്റെ കയ്യിലായിട്ടുണ്ടാകും, ആ കയ്യിലായത് എന്റെ ഇന്നലത്തെ വസ്ത്രത്തിലായിട്ടുണ്ടാകും, അതിട്ടിട്ടല്ലേ എന്ന് അങ്ങനെ തുടങ്ങി അതിങ്ങനെ പരമ്പര അങ്ങനെ പോകും. എത്രയോ ആളുകളുണ്ട്. അത് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ തത്വം. അങ്ങനെ നോക്കാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മതിയായിട്ടുണ്ടോ, മൂത്രമുറ്റിയിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിലേക്ക് അങ്ങനെ നോക്കേണ്ടതേയില്ല. നിങ്ങൾ മൂത്രമൊഴിക്കാനോ മറ്റോ പോകുമ്പോൾ കണ്ടാൽ കണ്ടു, അതിനുശേഷം ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഒരല്പം വെള്ളം അവിടെ കൊടയുക എന്നത് മാത്രമേ ഉള്ളൂ. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തൽതഫിത്, നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത് നിങ്ങൾ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം മുറിക്കേണ്ടതില്ല, വുളൂവിന്റെ പകുതിക്കാണെങ്കിൽ വുളൂ മുറിക്കേണ്ടതില്ല, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെ ഹദസുൻ ദായിമായി പതിവായി മൂത്രമിറ്റുക അല്ലെങ്കിൽ ഗ്യാസ് പോകുക പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇതൊരു വസ്വാസായി മാറ്റിക്കൊണ്ട് അവന്റെ ഇബാദത്തുകളിൽ അകലുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് 100% പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗങ്ങളുള്ള OCD എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള വസ്വാസുകളുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മനസ്സിലാക്കി കൃത്യമായ ഇബാദത്തുകൾക്ക് കൃത്യത വരുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു അലം. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.